കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവവചനം പഠിക്കുവാൻ കർത്താവ് തന്ന വിലയേറിയ അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. आज फिर से प्रभु ने दिया अच्छा मौका के लिए मैं प्रभु को धन्यवाद देता हूँ। നമ്മൾ ഇന്നലെ 9 കൃപാവരങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. कल हम लोग खास करके 9 प्रभु पवित्र आत्मा का वरदान, पवित्र आत्मा का उपहार और गिफ्ट के बारे में हम लोग खास करके सीख रहे थे। അതിന്റെ സ്തോത്രം 3 കൃപാവരങ്ങളാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. खास करके हम लोग 3 वरदान के बारे में कल हम लोग सीख रहे थे। ഹല്ലേലൂയ. പ്രധാനമായിട്ട് 9 ആത്മാവിന്റെ ഫലമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. मैं आप लोग के सामने शुरू में यही बोल के शुरू किया, आत्मा का 9 रकम फल है। സ്തോത്രം. വരങ്ങൾ 9 എണ്ണം ഉണ്ട്. और आत्मा का मतलब बड़ा वरदान 9 रकम है। ഹല്ലേലൂയ. ഈ വരം തരുന്നത് ഫലം കായ്ക്കാനാണെന്ന് ഞാൻ പറഞ്ഞു. प्रभु हमको वरदान देता है, किसके लिए देता है? हम प्रभु के लिए फल होने के लिए देता है। അത് ഞാൻ കൂടെ എടുത്തു പറയുന്നത് സ്തോത്രം ദൈവത്തിന്റെ വരങ്ങൾ നമുക്ക് ലഭിച്ചിട്ട് അത് വീട്ടിൽ വെച്ചോണ്ടിരിക്കരുത്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. मैं बार ये बात आपको बोलता हूँ क्योंकि प्रभु वरदान देता है, किसके लिए देता हूँ? सभी लोग जोर से बोले, किसके लिए वरदान देता हूँ? जोर से बोलिए, प्रभु के लिए फल देने के लिए, प्रभु के लिए फल देने के लिए। ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നലെ പ്രധാനമായി ചിന്തിച്ച 3 വരങ്ങൾ ഞാനൊന്ന് ഓടിച്ചു പറയാം. ഇന്നലെ ഒരു വാക്ക് പറഞ്ഞ പിന്നെ 1 മിനിറ്റ് കഴിഞ്ഞായിരുന്നു അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം, നമുക്ക് എന്നിട്ട് ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. 9 വരങ്ങളിൽ നാവിനാൽ വെളിപ്പെടുന്ന 3 വരങ്ങളാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. हम लोग खास करके देख रहे थे, सीख रहे थे, जो वरदान अपना जीभ से प्रकट होता है, जीभ से प्रभु इस्तेमाल करता है, वही 3 वरदान को हम लोग खास करके सीखे थे। ഹല്ലേലൂയ. ഒന്ന് നാവിനാൽ വെളിപ്പെടുന്ന ഒന്നാമത്തെ വര അന്യഭാഷയായിരുന്നു. सबसे प्रथम वरदान यही है, अन्य भाषा, नया भाषा से प्रभु से बात करते। നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2:4 അത് വായിച്ചിരുന്നു. हम लोग कल सीखे थे प्रेरितों का पुस्तक 2:4 से हम लोग वही सीखे थे। 10:44 വായിച്ചിരുന്നു. 10:44 हम लोग पढ़े थे, प्रेरित 10:44। 19:5 and 6 वाइचिरुന്നു. 19:5 और 6 हम लोग पढ़े थे, प्रेरितों का पुस्तक 19:5 और 6 हम लोग पढ़े थे। അവിടെ എല്ലാം നമുക്ക് അന്യഭാഷകളെ കുറിച്ച് പ്രതിപാദിപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. हर एक वचन में हम लोग खास करके देखता है अन्य भाषा में, अन्य भाषा का वरदान के बारे में हम लोग खास करके सीखा। ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി ദൈവസഭയുടെ മേൽ വരുമ്പോൾ ഒന്നാമത് ലഭിക്കുന്ന വരവും അന്യഭാഷയാണ്. जब पवित्र आत्मा जब कलीसिया के ऊपर आएगा, विश्वासी के ऊपर आएगा, सबसे प्रथम बात यही होता है, नया भाषा से लोग प्रभु से बात करता है। അന്യഭാഷകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വിക്കുകളൊക്കെ പോകും, വിക്കന്മാരുടെ വിക്കൊക്കെ അഴിഞ്ഞു മാറുന്നു ഞാൻ ഇന്നലെ പറഞ്ഞു. मैं खास करके मैं ये बोला, जब अन्य भाषा जो पाता है, साथ साथ काफी लोग अपने शरीर में चंगाई होता है, जो बोलने के लिए तकलीफ होता है वो तकलीफ निकल जाता है। 17 കൊല്ലം എനിക്കുണ്ടായിരുന്ന രോഗബന്ധനം അഴിഞ്ഞതും അന്യഭാഷ വരം ലഭിച്ച ആ സംബന്ധമാണ്. मैं कल आप लोग के सामने बताया, पास्टर का शरीर में जो बीमारी था 17 साल से, जब अन्य भाषा से प्रभु से बात करना शुरू किया, वो बीमारी उसका शरीर से संपूर्ण रीति से निकल गया। അതുപോലെ രണ്ടാമത് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? कोई बोल सकेगा दूसरा वरदान क्या था? അനുവാദ ഭാഷകളുടെ വ്യാഖ്യാനമാണ് നമ്മൾ അത് പഠിച്ചത്. അത് ഓർത്ത് സ്തോത്രം. अन्य भाषा का वरद व्याख्यान और अनुवाद, നമ്മൾ അന്യഭാഷ പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും. हम लोग जो भाषा बोलता है उसको हमको अनुवाद कर सकता है। അത് ബൈബിളും പറയുന്നുണ്ട്. बाइबल यही खास करके बोलता हूँ, ഭാഷകൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനും കൂടെ പ്രാർത്ഥിക്കട്ടെ എന്നാണ് വചനം പറയുന്നത്. और साधु बोलता हूँ, जो अन्य भाषा में बात करता हूँ उसका अनुवाद के लिए, तर्जमा के लिए प्रार्थना कीजिए। ഹല്ലേലൂയ. അപ്പോൾ ആദ്യം നിങ്ങൾ അന്യഭാഷ പ്രാപിക്കണം, രണ്ടാമത് വ്യാഖ്യാനവും പ്രാപിക്കണം. सबसे प्रथम हम लोग को अन्य भाषा का वरदान पाना है और इसका साथ साथ क्या है, हम लोग अनुवाद का वरदान भी पाना है। അതിന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 6 മുതൽ 8 വരെ പഠിച്ചിരുന്നു. हम लोग वो भी प्रेरितों का पुस्तक पास रेफरेंस 2:6-8 2 अध्याय इसका 6 से 8 तक हम लोग पढ़े थे। അതുപോലെ തന്നെ നമ്മൾ 1 Corinthians chapter 14:2 നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ വായിച്ചിരുന്നു.
हम लोग इसका साथ साथ कल पढ़े थे, प्रथम कुरिन्थियों 14 का 2 भी हम लोग पढ़े थे. ഹാലലൂയ. അവിടെ നമുക്ക് സ്തോത്ര മർമ്മങ്ങൾ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്യഭാഷകളിലൂടെ ലഭിക്കുമെന്ന് പഠിച്ചു. खास करके हम लोग यही सीखे थे, अन्य भाषा में जब बात करेगा हम लोग आत्मा में गुप्त बातों को, रहस्य बातों को हम लोग बात करेगा. ആ മറഞ്ഞിരിക്കുന്നത് പുറത്ത് ലഭിക്കുന്നത് തന്നെയാണ് ഒരു വ്യാഖ്യാനത്തിന്റെ ഒരു തലം. हाँ, मतलब यह तर्जुमा और अनुवाद बोलने से ही है, जो बात आपको मालूम नहीं होता है, जो भाषा में आप बोलता है, उसको प्रकट रीति से आपको मालूम होता है. അതുപോലെ തന്നെ ഡാനിയൽ പ്രവചനം 5:25, ഡാനിയൽ हम ചാപ്റ്റർ 5:25 അത് നമ്മൾ വായിച്ചിരുന്നു. दानियल का 5 का 25 भी हम लोग पढ़े थे इसका साथ साथ. അവിടെ മെനെ മെനെ തെക്കേൽ ഉഫർത്തീൻ, അതിന്റെ അർത്ഥം ദാനിയേൽ വ്യാഖ്യാനിച്ചതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. उधर ही हम लोग खास करके देखा, मैंने तकेल उफस्सिर, जो राजा ने देखा जो सपने को, उन्होंने दानियल ने क्या किया, प्रभु का आत्मा से उसको अनुवाद किया. ഹല്ലേലൂയ. അതുപോലെ തന്നെ 1 കൊരിന്ത്യൻ ചാപ്റ്റർ 14:5 വായിച്ച് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അന്യഭാഷ വ്യാഖ്യാനിക്കണം എന്നുള്ള സ്തോത്രം, അവിടുത്തെ ആ പ്രയോഗം നമ്മൾ എടുത്ത് വായിച്ചിരുന്നു. प्रथम कुरिन्थियों 14 का 5 से भी हम लोग सीखे थे, क्योंकि जो अन्य भाषा में हम लोग बोलता है उसको अनुवाद करना जरूरत है, वो भी हम लोग सीखे थे. സാധു സുന്ദർ സിംഗ് വേറൊരു രാജ്യത്ത് പോയപ്പോ അദ്ദേഹത്തിന് ഭാഷ അറിയില്ലെങ്കിലും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മാവ് അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തതിനെ നമ്മൾ ഇന്നലെ ചിന്തിച്ചിരുന്നു. कल खास करके यही अनुभव में आप लोग के सामने बोले थे, जब साधु सुंदर सिंह दूसरे एक राज्य में गए थे, उधर का भाषा उसको मालूम नहीं था, जब वो आत्मा में अन्य भाषा में वो बातचीत किया, उन लोगों का अंदर पवित्र आत्मा का सामर्थ्य आया, उन लोग प्रभु को उपस्थिति में रोना शुरू किया. एक अनुभव में आपका सामने बताए थे. ഹല്ലേലൂയ. മൂന്നാമത് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? तीसरा हम लोग क्या सीखे थे, आत्मा का वरदान. ഭവിഷ്യവാണി. ഹല്ലേലൂയ. പ്രവചനവരം നമ്മളത് 1 കൊരിന്ത്യൻ ചാപ്റ്റർ 14:13 നമ്മൾ അതിന് വായിച്ചിരുന്നു ആധാരമായി. हम लोग प्रथम कुरिन्थियों 14 का 13 से हम लोग पढ़े थे, भविष्यवाणी करने का वरदान. എല്ലാവർക്കും വലിയ ആഗ്രഹമുള്ള ഒരു വരാന്നാണ് എനിക്ക് തോന്നുന്നത്. मेरे को लगता है सभी लोग बहुत इच्छा करता है वरदान को, बहुत लोग बहुत उत्साह से बोल रहे थे. आमीन. ആമേൻ. ആക്ട്സ് ചാപ്റ്റർ 27:9-10 പൗലോസ് അപ്പോസ്തലൻ അദ്രിയക്കടലിലായിരുന്നപ്പോൾ വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും പ്രവചിച്ചതും അത് നിവൃത്തിയായതിനെ കുറിച്ചും നമ്മൾ വായിച്ചിരുന്നു. ആക്ട്സ് ചാപ്റ്റർ 27:9-10. हम लोग प्रेरित का पुस्तक 27 से हम लोग सीखे थे, जब साधु बोल जब जहाज से वो समुद्र में था, वही अवस्था में, उसका कठिनाई की अवस्था में वो पवित्र आत्मा से वो भविष्यवाणी किया. അതിന്റെ നിറവേറൽ, അത് ഫുൾഫിൽ ചെയ്യപ്പെടുക. അതായത് പൗലോസ് ആക്ട് ചാപ്റ്റർ 27:9 പ്രവചിച്ച ആ പ്രവചനം 27:21 and 22 ഫുൾഫിൽ ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടു. हम लोग देखे थे 27 का, प्रेरितों का पुस्तक 27 का 9 और 10 में उन्होंने भविष्यवाणी किया, तो फिर वो पूरा हुआ है. उसका 21 और 22 में हम लोग देखा वो भविष्यवाणी वैसा ही पूरा हुआ है. आमीन. അതുകൊണ്ട് ദൈവവചനത്തിലെ പ്രവചനങ്ങൾ അത് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമാണ്. അതിന്റെ അകത്ത് ഒരു മാറ്റം ഒരിക്കലും വരില്ല. इसलिए याद कीजिए, वचन का भविष्यवाणी कभी भी बदलता नहीं है. प्रभु जो बोला है तो हाँ ऐसा ही होगा. കാലാവസ്ഥക്കാർ പ്രവചിക്കുന്ന പോലെ വരുമായിരിക്കും, വരാതിരിക്കും എന്നൊന്നല്ല, അതങ്ങനെ വരും എന്ന് പറഞ്ഞ വരിക തന്നെ ചെയ്യും. അത് തന്നെ जैसा हमारा जो न्यूज में आता है, जो क्लाइमेट का वेदर का प्रेडिक्शन होता है, आज बारिश हो सकता है ना हो सकता है, रकम नहीं है. प्रभु जो बोलेगा तो वैसा ही होगा. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 11:25 സ്തോത്രം നമ്മള് പ്രവചനത്തെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് കണ്ടു. യഹോവയുടെ ആത്മാവ് 70 പേരുടെ മേലേക്ക് വ്യാപരിക്കുന്നതിനെ കുറിച്ച്, മോശയുടെ മേലുള്ള ആത്മാവ് എടുത്ത് 70 പേരുടെ മേൽ കൊടുത്തപ്പോൾ അവരെല്ലാം പ്രവചിച്ചതിനെ കുറിച്ച് നമ്മൾ വായിച്ചിരുന്നു. हम लोग गिनना पुस्तक 11 का 25 से हम लोग पढ़े थे, जब मौसी का आत्मा, मौसी ने 70 लीडर्स लोग को ऊपर दिया और 70 लीडर्स लोग भी पवित्र आत्मा से प्रभु से बात करना शुरू किए. 2 Chronicles chapter 20:37 അതിൽ നമ്മള് സ്തോത്രം രാജാവിനോട് നിസ്സാരനായ എലയാസർ പ്രവചിക്കുന്നതും അത് അപ്പോൾ തന്നെ നിവൃത്തിയാവുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. दूसरा वंशावली कूड़ी अध्याय से हम लोग देखा, जैसा राजा से प्रभु का दास भविष्यवाणी किया और वैसा ही वो भविष्यवाणी पूरा हुआ. Hallelujah. In Acts chapter 11:28 അഗബോസ് വരാനിരിക്കുന്ന ക്ഷാമത്തെ കുറിച്ച് പ്രവചിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു.
प्रेरित का पुस्तक 11 अध्याय इसका 28 से हम लोग देखे थे। अगाबस बोल के एक जन जो आने वाला घटना को वो खड़ा करके भविष्यवाणी किया और वैसा ही इतिहास में पूरा हुआ। അതുകൊണ്ട് യുദ്ധം, അനർത്ഥം, മഹാമാരി ഇവയെല്ലാം പ്രവചനപരത്താൽ വെളിപ്പെട്ട് ലഭിക്കുമെന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പങ്കുവച്ചിരുന്നു. मैं खास करके मैं आप लोग को बोला भविष्यवाणी का वरदान से क्या होता है, जो भविष्यवाणी में जो होने वाला है, युद्ध होगा, अनर्थ होगा, जो मतलब अनेक रकम महामारी और अलग अलग परिस्थिति होगा, मुसीबत होगा, उसको पवित्र आत्मा पहले से बता देता है। ഇൻ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 13 വേഴ്സ് 2 വായിച്ചാണ് നമ്മൾ ക്ലോസ് ചെയ്ത്. അവിടെ നമ്മൾ വായിച്ചത് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും പ്രവചനത്താൽ വെളിപ്പെടുമെന്നാണ് അവിടെ വായിച്ചത്. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 13 വേഴ്സ് 2. प्रथम कुरिन्थियों 13 का 2 पढ़ के हम लोग समाप्त किए थे। उसमें ऐसा लिखा है, आत्मा का वरदान से हम लोग को सब कुछ, भविष्यवाणी का वरदान से सब कुछ हम लोग को मालूम होता है। ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്തോത്രം, പ്രവചനപരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ. इसलिए याद कीजिए, मतलब भविष्यवाणी करने का वरदान हमारा मसीह जीवन में बहुत बहुमूल्य है। പല ചർച്ചകളും പഠിപ്പിക്കുന്നുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ തട്ടിപ്പാണ്, കള്ളത്തരമാണെന്ന് പല ചർച്ചകാരും പഠിപ്പിക്കുന്നുണ്ട്. कुछ गिरिजा का लोग, कलिशा का लोग बोलता है गलत है, ये सब जरूरत नहीं, ये झूठ है, ऐसा सिक्का देने वाला लोग भी आजकल है। പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് വചനം പറയുന്നത്. तो फिर याद कीजिए, बाइबल ये इसको बहुत बहुमूल्यता देता है, क्योंकि ये सच्चा है। प्रभु चाहता हो हम लोग को वरदान को पाना है। വെളിപ്പാടില്ലാത്തിടത്ത്, പ്രവചനമില്ലാത്തിടത്ത്, ആലോചന ഇല്ലാത്തിടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. वचन में ऐसा लिखा है, जहां पर दर्शन नहीं है, जहां पर भविष्यवाणी नहीं है, लोग क्या है, प्रभु से दूर हो जाता है। ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക് അതിന്റെ 5-ാം അധ്യായം 20-ാം വാക്യം. ഫസ്റ്റ് തെസ്സലോനിയൻ ചാപ്റ്റർ 5 വേഴ്സ് 20. നമുക്ക് അതുകൂടെ ഒന്ന് വായിക്കാം. प्रथम तेस्सलोनिया का पुस्तक 5 का कूड़ी हम लोग पढ़ेंगे। कोई एक जन सहायता कीजिए पढ़ने के लिए। 5 വേഴ്സ് 20. प्रथम तेस्सलोनिया 5 का कूड़ी। भाववाणी तुच्छ करिबे। एक जन पढ़िए, एक जन पढ़िए। पढ़िए, एक जन पढ़िए। भाववाणी तुच्छ करियो ना। അവിടെ നമ്മൾ भाववाणी വായിക്കുന്നത്, तुच्छ करिबे ना। ठीक है बस। ബൈബിൾ പറയുന്നത് പ്രവചനം തുച്ഛീകരിക്കാൻ പാടില്ല. അപ്പൊ ആ ഒരൊറ്റ വാക്യത്തിൽ തന്നെ ഇത് ആവശ്യമില്ലെന്ന് പറയുന്ന സഭക്കാരൊക്കെ ബൈബിളിനെതിരാ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. देखिए, वचन में परिष्कार करके लिखा है, भविष्यवाणी को तुच्छ नहीं करना है, उसको इनकार नहीं करना है। ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് സ്തോത്രം പ്രവചനപരം ആവശ്യമില്ലെങ്കിൽ വേണ്ട. പക്ഷെ വചനം പറയുന്ന ഒരിക്കലും അതിനെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല, തുച്ഛീകരിക്കാൻ പാടില്ലെന്നാണ് യേശു കർത്താവിന്റെ കൽപ്പന. देखिए, प्रभु का आज्ञा, प्रभु ने यही बताया है। हम लोग शायद उसको पसंद नहीं करेंगे वरदान को, तो भी उसको तुच्छ, उसको मना नहीं करना है, उसको इनकार नहीं करना है, क्योंकि ये प्रभु का आज्ञा है। आमीन। ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സകലവും ശോധന ചെയ്ത് അതിന്റെ 21-ാമത്തെ പ്രവചനത്തെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മർമ്മം, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. ഫസ്റ്റ് തെസ്സലോനിക്കൻ ചാപ്റ്റർ 5 വേഴ്സ് 21. इसका अभी जो वचन को हम लोग पढ़े थे उसका आगे लिखा है 5 का 21 में लिखा है, सब कुछ परीक्षा करके जो भालो है, जो उत्तम है, उसको पकड़ना है। കാരണം കള്ളപ്രവാചകന്മാർ ഒത്തിരി പേര് ഈ ലോകത്തിലുള്ളത് കൊണ്ട് നല്ലത് ഏതാണെന്ന് നിങ്ങൾ വിവേചിച്ചിട്ട് അതിനെ ശോധന ചെയ്ത് മുറുകെ പിടിക്കണം. क्योंकि आज का दुनिया में अनेक रकम भविष्यवक्ता लोग है, गलत तरीका से भी है, बोलने से झूठ बोलने वाला भी है, जो प्रभु से नहीं, ऐसा भी है। इसलिए देखिए, प्रथम तेस्सलोनिया 5 का 21 में परिष्कार करके लिखा है, बट टेस्ट एवरीथिंग एंड होल्ड फास्ट व्हाट इज गुड। सब कुछ परीक्षा करना है और हमको क्या है, जो सच्चा है उसको हमको पकड़ लेना है, अपना जीवन में लेना है। ഹല്ലേലൂയ. ഞാനത് നിങ്ങൾക്ക് അത് ഈ പ്രവചനപരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത്. देखिए, भविष्यवाणी का वरदान में एक ही बात ध्यान से सुनना, सारे भविष्यवाणी को आंख को बंद करके सुनना नहीं है। ഹല്ലേലൂയ. അതിന് ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 16 to 18. प्रेरितों का पुस्तक 16 अध्याय, इसका 16 से 18 तक जब हम लोग पढ़ेगा, ये वचन में हम लोग को मालूम होता है। Acts chapter 16 verse 16 to 18.
एक जन पढ़ सकेगा जो जिसको कनेक्शन टीकी है, डिस्टर्ब नहीं होना है, एक जन पढ़िए। जब हम प्रार्थना करने की जगह जा रहे थे तो हमें एक दासी मिली जिसमें भाभी कहने वाले आत्मा थी और भाभी कहने से अपने स्वामियों के लिए बहुत कुछ कमा लाती थी। वह पौलुस के और हमारे पीछे आकर चिल्लाने लगी, ये मनुष्य परम प्रधान परमेश्वर के से जो हमें उद्धार के मार्ग की कथा सुनाते हैं। आमीन। ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് അവിടെ 16 മുതൽ 18 വരെ വായിക്കുമ്പോ സ്തോത്രം അവിടെ ഒരു പ്രവാചികയെ കാണുന്നുണ്ട് വെളിച്ചപ്പാടത്തിൽ. इधर ही हम लोग एक महिला के बारे में देखता है, वो भविष्यवाणी बोले से भविष्य के बारे में बताने वाला एक महिला था। ഹല്ലേലൂയ. അവള് പൗലോസിനെ കണ്ടിട്ട് പറഞ്ഞത് ഇവർ ദൈവത്തിന്റെ ദാസനാണ്, രക്ഷാമാർഗം പറയുന്നവരാണ്, സ്തോത്രം ഇവർക്ക് ചെവി കൊടുക്കാനാണ് അവള് പറഞ്ഞത്. देखिए ये महिला क्या बोला, भालो बात बोला। जब साधु बोल को देखा बोला ये प्रभु का दास है, ये परित्राण का सुसमाचार लेके आया है, इससे ध्यान से सुनिए। പക്ഷേ അവള് പറഞ്ഞത് സത്യമാണ്, പൗലോസ് ദൈവത്തിന്റെ ദാസനാണ്, രക്ഷാമാർഗം പറയുന്നുള്ള കാര്യമാണ് അവള് പറഞ്ഞത്. ये महिला जो भावी के बारे में बताने वाले महिला जो बोला सच्चा था। ഹല്ലേലൂയ. പക്ഷേ ആ പറഞ്ഞത് ഭൂതമായിരുന്നു. लेकिन ये दुष्टात्मा से ये बताया। അപ്പൊ പരിശുദ്ധാത്മാവിനാലും പ്രവചനം വരും, ദുഷ്ടാത്മാവിനാലും പ്രവചനം വരും. तो ध्यान से सुनिए, पवित्रात्मा में भी भविष्यवाणी कर सकेगा, दुष्टात्मा से भी भविष्यवाणी कर सकता है। ആക്ട് ചാപ്റ്റർ 16:18 വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, പൗലോസ് അവളിലുള്ള ഭൂതത്തോട്, അപ്പോൾ അവള് പ്രവചിച്ചത് ദൈവാത്മാവിനാലല്ല ഭൂതാത്മാവിനാലാണ്. देखिए 18 में साधु बोल क्या किया है, वो खड़ा होके उसका अंदर जो था अशुद्धात्मा को डांटा। इसका मतलब क्या है, वो भविष्यवाणी वो उसका भावी के बारे में बताया, साधु बोल को बताया। कैसे पाया, उसका अंदर जो था अशुद्धात्मा का शक्ति से बताया। അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൈകൂപ്പി പറയാണ്, സ്തോത്രം, പ്രവചനം എല്ലാവരിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കരുത്. ദുരാത്മാവും ഇതൊക്കെ പറഞ്ഞു തരും, പക്ഷെ നമ്മൾ അത് സ്വീകരിക്കരുതെന്നാണ് ബൈബിളിലെ കൽപ്പന. इसलिए मैं आप लोग के सामने बहुत विनती करके दया करके मैं बोलता हूँ, हर एक जगह से हर एक भविष्यवाणी को अपना जीवन में लेना नहीं है, जो सच्चा है वो पहचानना है। ഹല്ലേലൂയ. ഭൂതാത്മാവിനെ പൗലോസ് ശാസിച്ച് പുറത്താക്കി. मतलब उधर ही देखिए साधु बोल भूत को निकाल दिया। അതെന്താണ് അങ്ങനെ ചെയ്തത്? സ്തോത്രം. ഹല്ലേലൂയ. क्यों साधु बोल ऐसा किया? ഹല്ലേലൂയ. ഭൂതാണെങ്കിൽ ഇപ്പൊ എന്നാ കാര്യം പറഞ്ഞ അത് നമുക്ക് കാര്യം അറിഞ്ഞാൽ മതിയെങ്കിൽ ഭൂതാണെങ്കിലും പറഞ്ഞ പോരെ. आजकल कुछ लोग बोलता है अशुद्धात्मा होने से क्या है, मेरा भविष्य को तो बता दिया तो भालो बात, तो मेरा बात को मैं जान लिया। ക്രിസ്ത്യാനികളുടെ ഇടയിൽ അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഭൂതമായാലും ശരി പിശാചായാലും ശരി കാര്യം നടക്കണമെങ്കിൽ ഞങ്ങൾ പോയി കൈകൂപ്പാം എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. ऐसा अनेक रकम विश्वासी लोग भी है, वो अशुद्ध आत्मा हो जो भी आत्मा हो हम लोग को जानने का दरकार नहीं, हमारा जरूरत पूरा होना है, हमारा बारे में हमको जानना। ചർച്ചിലും പോയി ആരാധിക്കും, കൈനോട്ടക്കാരൻ കാണുമ്പോൾ 50 രൂപ കൊടുത്തേക്ക് പറയാം, കൈ കാണിച്ചു കൊടുക്കും. मतलब प्रभु को आराधना भी करेगा कलिसिया में, और जो भी भावी बोलने वाला दुनिया में अनेक रकम लोग हैं, उन लोग के पास भी 50 रुपया जो भी पैसा देके जो कुछ देके अपना भावी के बारे में सुनने के लिए भी जाएगा। പക്ഷെ ഇവിടെ പൗലോസ് എന്താ ചെയ്യുന്നത്? साधु बोल इधर क्या किया? ആ പിശാച് നല്ല കാര്യമാണ് പറഞ്ഞത്, ഇവർ ദൈവത്തിന്റെ ദാസന്മാരാ, രക്ഷാമാർഗം പറയുന്നവരാ, ഇവർക്ക് കേൾക്കാനാ ഭൂതം പറഞ്ഞത്. अशुद्धात्मा जो बोला भालो बात बोला, इन लोग प्रभु का दास लोग है, प्रभु का परित्राण का सुसमाचार बोल रहे, और उन लोग को ध्यान से सुनिए, भालो बात को बताए। പൗലോസ് മുഷിഞ്ഞു നോക്കിയിട്ട് ഭൂതമെ പോവാനാ പറഞ്ഞേ, അവന്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുകയല്ല ചെയ്ത്. साधु बोलो बात को सुना भी नहीं, गुस्सा से वो भूत को देख के उसको डांटा, उसको निकाल दिया। കാരണം क्योंकि ഭൂതം പ്രവചനം പറയുന്ന ബൈബിള് പറയാണ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. हाँ देखिए इधर ये वचन को परिष्कार करके आप देखेगा तो मालूम होगा, जहां पर दुष्टात्मा भविष्यवाणी और भावी के बारे में बताएगा, किसके लिए? अपना फायदा उठाने के लिए। അത് ബൈബിളിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. बाइबल परिष्कार करके लिखा है, 16-ാം വാക്യത്തിൽ അതുണ്ട്. 16 आयत में ऐसा लिखा है। അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കൂ, സുവിശേഷത്തിൽ നമ്മൾ പ്രവചിക്കുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല.
ध्यान से सुनिए, प्रभु का सुसमाचार में, प्रभु का राज्य में हम लोग भविष्यवाणी करता है अपना फायदा के लिए नहीं, अपने आप को बड़ा करने के लिए नहीं। ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിന്റെ ദുരാത്മാക്കൾക്ക് ഏറ്റവും അധികം ലാഭം എവിടെ നിന്നാണോ ലഭിക്കുന്നത്, അവർക്ക് വേണ്ടി കാര്യങ്ങൾ പ്രവചിക്കും. അതുകൊണ്ട് തന്നെ നുണ പ്രവചിക്കാൻ അവരിലൂടെ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലാഭത്തിന് വേണ്ടി പ്രവചനം കൊടുക്കുന്നവനല്ല, മറിച്ച് ദൈവ കുഞ്ഞുങ്ങളുടെ ആത്മീയ വർധനയ്ക്കും പൊതുപ്രയോജനം നിത്യജീവനും വേണ്ടിയാണ് ദൈവാത്മാവ് പ്രവചനം പറയുന്നത്. देखिए, अशुद्ध आत्मा से भरकर दुनिया में अनेक रकम भविष्यवाणी भावी के बारे में बताता है, वो अपना फायदा के लिए, अपने आप को बड़ा करने के लिए। तो फिर प्रभु सच्चाई से हमको ये वरदान को देता है, किसके लिए? प्रभु का नाम को महिमा के लिए, प्रभु का कलीसिया आगे बढ़ने के लिए, प्रभु का लोग आनंद काल का जीवन के लिए तैयार होने के लिए, प्रभु अपना लोग को तैयार करने के लिए भविष्यवाणी प्रभु देता है। അതുകൊണ്ട് എങ്ങനെ നല്ല ദൈവദാസന്മാര്, നല്ല പ്രവാചകർ എങ്ങനെ തിരിച്ചറിയാം? तो अभी आपका अंदर एक संदेह होगा, कैसे मालूम है ये पासवान, ये भविष्यवक्ता अच्छा व्यक्ति है और बुरा व्यक्ति है? കാശ് ചോദിക്കാതെ പ്രവചിക്കുന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നായിരിക്കും. सबसे प्रथम बात देखिए, वो पैसा नहीं मांग रहे और प्रभु का महिमा के लिए जो कर रहे, उससे आपको सबसे प्रथम मालूम होगा वो प्रभु से होगा। നീ ആദ്യം 1000 ഇങ്ങത്താ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളതല്ല, നിങ്ങൾ അത് മനസ്സിലാക്കണം. मतलब जो पैसा मांग के, पैसा के लिए, अपना फायदा के लिए, अपना नाम को बड़ा करने के लिए करेगा, वो प्रभु से नहीं है। ഹല്ലേലൂയ, ആമേൻ. എന്നാൽ സ്തോത്രം, നമ്മൾ നല്ല മനസ്സോടെ ദൈവവേലയ്ക്ക് കൊടുക്കുന്നെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. तो फिर आप अपना मन से प्रभु के लिए, प्रभु का सेवकाई के लिए देखो, उसमें तो गलत नहीं है। तो फिर जो पैसा मांगेगा, പക്ഷെ ചോദിച്ചുകൊണ്ട് ഒരിക്കലും അത് ചെയ്തുകൂടാ. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് കൈനോട്ടക്കാരുടെ അടുത്ത് പോകരുത്. കാര്യം പറയുന്ന ആളാണെങ്കിലും അവരുടെ അടുത്ത് ചെല്ലരുത്. ഭൂതമാണ്, അതിനെ ശാസിച്ച് പുറത്താക്കാനാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. इसलिए मैं आपको बोल रहा हूँ, भविष्य बोलने वाला बहुत तरह का लोग आपका सामने है, सारे दुनिया में है। ऐसे लोग के पास नहीं जाना है, क्योंकि वो शैतान से, वो दुष्टात्मा से उन लोग ये सब करता हो। तो हमारे ऊपर प्रभु अधिकार दिया है, उसको, वो अशुद्धात्मा को निकालने के लिए प्रभु अधिकार दिया है। आमीन, ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഇതുപോലെ ബസ്സിൽ പോകുമ്പോൾ ഒരു മന്ത്രവാദി എന്റെ അടുത്ത് വന്നിരുന്നു. जब एक बार पास्टर बस में जा रहे थे, पास्टर के सामने एक जादू टोना करने वाला उसका सामने बाके बैठ गया। അയാൾ എന്റെ അടുത്ത് പറഞ്ഞു, ഞാന് സ്തോത്രം ഭാവി പറയുന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ നോക്കി ഭാവി പറയാന്ന് പറഞ്ഞു. उसने पास्टर को बोला, मैं भावी बोलने वाला व्यक्ति है, भविष्य, आपका भविष्य के बारे में मैं बताता हूँ। അപ്പൊ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. तो पास्टर उनको बोला हाँ, हाँ बोला। ഹല്ലേലൂയ. അപ്പൊ പുള്ളി പറഞ്ഞു എന്നാ പേര് പറയാൻ പറഞ്ഞു. तो उसने पास्टर को बोला नाम बोलने के लिए बताया। അപ്പൊ ഞാൻ പറഞ്ഞു പേര് പറയാണ്ടൊന്നും പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചു. तो मैं उसको पूछा, क्या नाम नहीं बताने से आप कुछ बोल नहीं सकेगा? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പേര് പറയാതെ നിങ്ങളെ കുറിച്ച് പറയാന്ന് പറഞ്ഞു. तो पास्टर उसको बताया, वो जादू टोना करने वाला व्यक्ति को बताया, अपना नाम मेरे को बताने का दरकार नहीं, मैं अपने बारे में सब कुछ मैं बता देगा। അപ്പൊ അദ്ദേഹം എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പാസ്റ്ററാണല്ലേ, പെന്തക്കോസ്താണല്ലേ എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നിട്ട് അപ്പുറത്തേക്ക് പോയിരുന്നു. तो उसने पास्टर को सीधा खड़ा होके देखा, अपने की पासमान है, पास्टर है, तो वो उधर से निकाल के दूसरा जगह में जाके बैठ गया। ഇവർക്ക് അറിയാം, ശരിക്കും ദൈവാത്മാവുള്ള ഒരാളുടെ അടുത്ത് അഭ്യാസങ്ങൾ നടക്കില്ലെന്ന് ഇവർക്ക് തന്നെ അറിയാം. देखिए, जादू टोना करने वाला व्यक्ति भी, जैसा भी दुष्टात्मा में चलने वाला व्यक्ति भी क्या है, सच्चा आत्मा में चलने वाला व्यक्ति को पहचानता है। യേശു തന്നെ, യേശുവിന്റെ അടുക്കൽ തന്നെ ഭൂതം ഇളകിയേച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, നീ അത്യുന്നതനായ ദൈവത്തിന്റെ ആമേൻ പുത്രനാണ് എന്ന് പിശാച് യേശുവിനെ നോക്കി പറഞ്ഞു. देखिए, यीशु का सामने जब दुष्टात्मा प्रकट हुआ, वो खड़ा होके बोला, हम जानता है तू कौन है, तू जीवित प्रभु का संतान है। ഹല്ലേലൂയ. ഉടനെ യേശു പറഞ്ഞു, എല്ലാവരോടും പറ, എല്ലാവരോടും പറ എന്നല്ല യേശു പറഞ്ഞത്. यीशु क्या बोला? सभी को बताओ, सभी को बताओ, बताया, दुष्टात्मा को नहीं। ആമേൻ. മറിച്ച് ദുരാത്മാവ് മിണ്ടരുത് പോവാനാ പറഞ്ഞത്. यीशु बोला चुप हो जाओ, निकल जाओ, दुष्टात्मा को डांटा, उसको निकाल। അതുകൊണ്ട് ദൈവമക്കളെ, പ്രവചനത്തിന് വേണ്ടിയിട്ട് എത്ര കറക്റ്റ് ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ ദൈവമല്ലാത്ത മറ്റൊന്നിലേക്ക് പോകരുത്. അത് ബൈബിൾ നമ്മളെ കമാൻഡ് ചെയ്ത് പഠിപ്പിക്കുന്നതാണ്.
तो बाइबल हमको उत्साहित करना चाहता हूँ, हमारा भविष्य जानने के लिए हम लोग चाहता हूँ, इसलिए भविष्य जानने के लिए किसी का पास नहीं जाना है। मतलब काफी रकम बाद हमको प्रभु से दूर करेगा। जब प्रभु के साथ आप चलेगा, सारे सच्चाई को प्रभु बता देगा। കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രവാചകരുടെ അടുക്കൽ പോവാനല്ല, നിങ്ങൾ പ്രവചിക്കുന്നവരാവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. आमेन। प्रभु चाहता हूं आप एक भविष्यवक्ता का पास जाने के लिए नहीं, प्रभु चाहता हूं आप सभी भविष्यवाणी करना है। आमेन। എത്ര പേർക്ക് കരം ഉയർത്തി ആമേൻ പറയാൻ പറ്റും? कितना लोग हाथ उड़ा के आमेन बोल सकेगा, उसको स्वीकार कर सकता है? आमेन। ആമേൻ. നിങ്ങളെല്ലാം പ്രവാചകരായി കർത്താവിന് വേണ്ടി പുറത്തു വരണം. मतलब आप सभी लोग भविष्यवाणी बोल के प्रभु का सेवकाई में प्रभु के लिए खड़ा होना है। आमेन। ഹല്ലേലൂയ. हालेलुया। നമുക്കിപ്പോൾ സ്തോത്രം 1-2 മിനിറ്റ് കൂടി ഒന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാം. सभी लोग अपना मुंह खोल के आंखों को बंद करके अन्य भाषा में थोड़ा समय प्रभु से बात कीजिए। रिकाबाला हरामसिया राबाना रीबाना शंदरा जबाना धरा धरा वैशानबालबा शटुरी गला कला रहला रहदुल कुंशी मादालारा जाम ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രികാലം ഈ ജനത്തെ ദൈവം ആഴമായി തൊടുമാറാകണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി അടിയങ്ങൾക്ക് വേണ്ടുന്ന ആലോചന അവിടുത്തെ കൃപയിൽ ഞങ്ങളോട് പങ്കുവെക്കണമേ. അശുദ്ധ ശക്തികളെ അവിടുന്ന് ശാസിക്കണമേ. അന്ധകാര ബന്ധനങ്ങളെ അവിടുന്ന് തകർക്കണമേ. വ്യക്തമായ ആലോചനകൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തരണമേ. സൗറി വൈഡി നബ ലബ റബൽ ഖമ ദുര ദുരേ വൈഡി നംബവ നഗ ദുര വേദ ജാമിയ ദുരഹസ്തി ബൗഡി നബാല. സകല മക്കളെയും തൊടണമേ അപ്പാ. സകല മക്കളെയും നിറയ്ക്കണമേ അപ്പാ. അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ അപ്പാ. എന്റെ പിതാവ് ഞങ്ങളോട് ഇടപെടാൻ പോകുകയാൽ സ്തോത്രം. കർത്താവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുകയാൽ നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ. വേണമെങ്കിൽ ഒരു ചെറിയ പാട്ടുപാടി ഒന്ന് ബ്രേക്ക് എടുത്തുകൊണ്ട് നമുക്ക് അടുത്ത് ഇതിലോട്ട് പോയി ഫൈനൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. आमेन आमेन। आइए हम मिलकर एक छोटा सा समय और प्रभु को आराधना करेंगे और आगे हम लोग प्रभु का वचन से सीखने के लिए जाएंगे। हालेलुया। सभी लोग अपने आंखों को बंद करके फिर से प्रभु से कनेक्ट कीजिए। जो वचन को हम लोग सुन रहे थे, वचन बोलता हूँ खास करके याद कीजिए, प्रथम तस्सलोनिय 5:21, सब कुछ फरी का करना है और भालो जिनिस जो आपके लिए है वही हम लोग पहचानना है। वो कैसे हो सकता है? खाली प्रभु का आत्मा से होगा। हालेलुया। मानुषिक रीति से देखने से हम लोग को सब कुछ अच्छा लगेगा, तो फिर आत्मा से सब कुछ पहचानने के लिए प्रभु हमको कृपा देगा। हालेलुया। सभी लोग प्रार्थना कीजिए, सभी लोग प्रार्थना कीजिए। रिखा बाला का शामदरा पूरा बाला का शामदरा का दूरा बाला का शामदरे पूरा बाला का शामदरा पवित्र सभी पूरी बाला का शामदरे रूबाला बारा बाला बारा बाला बारा बाला बारा बाला शब्दना। पवित्र आत्मा से थे मुझे अपनी राह ले चल। पवित्र आत्मा से अपनी राह में मुझे ले चल। तेरी सेवा को पूरे करने वारदान भारू दे मुझे। तेरी सेवा को पूरे करने वारदानों से दे मुझे। सारे आशीष वो सारे प्रेमी यीशु ओ सारे सारे प्रेमी यीशु तू ही तू है। तुझको महिमा में दूंगा हर दिन धन्यवाद। तुझको महिमा में दूंगा हर दिन धन्यवाद के साथ।
थोड़ा समय प्रभु को महिमा दीजिए। हालेलुया। आप अपना जगह में खड़ा होना चाहे तो खड़ा हो सकता है, अपने आप को थोड़ा फ्रेश होके बैठी। हालेलुया। आज फिर से हम लोग और थोड़ा समय, लगभग 1 घंटा हम लोग प्रभु का वचन से फिर से पाने के लिए जा रहे हैं। हालेलुया। हालेलुया। थोड़ा समय आपको, हालेलुया, प्रभु का उपस्थिति में आपको फ्रेश होना है, फ्रेश होके खड़ा होना है, खड़ा होके, हालेलुया, और ताली बजाना है, ताली बजा के थोड़ा समय अन्य भाषा में प्रार्थना करके हम लोग फिर से प्रभु का वचन से पाएंगे। रिबोनी हमसिया रबानग शंडला बरातना पूरा बाना। जो आत्मा में ये वचन को प्रभु ने लिखा है, ये आत्मा से प्रभु आज रात हमारा जीवन में सच्चाई को बता देगा। रामधुनी कामन हमदरा जूना मौनी हम सरा बला कमान गम तुरी बला मना शमदरा रगल कना दीवान बान बान भशंडरा जुबला गड़ बल कनगम दुरा बनग शमदरे रिगल कना जूरा बला गड़ रम तुरी बिदी गड़ रगल कना दुरा बनग शमदरा पूरा बाला बारा बाला। आज रात कुछ लोग वरदान से भरना है, वरदान से, पवित्र आत्मा का वरदान से। ओरिका बहातुरिका अन्य भाषा में रिबा रबा नगारु हे मिरी कबोली बेले 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 ओ रिबिनी कट रमन कट रगल गमदुरा बालगल दुरमन शंदना दीवाना बंदुरा वाना बार अमदुरी कतुरी बिलकमना हडरग सैंदरे दीवाना बार बाल खाबा रमदुरी की बेले खोर के दे के बेले ओ रिकी माना कोरिका बाल कमाना कटुरी कमाना कटुरा बाल गमदुरी बिनी कट रगल दुरमना रूडा बाल बाल शंदना कटुरा बाल कट रगल ओ रिबीरी कामना कटुरी का बाबा कोली का बाबा शटल कोरम तुली की बीरी कामना गबाना बारा ओरी बेला गबाना बारा गडरम धुली बीरी गडरम धुली बोरा बारा 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 जूरा बाला गाडरा बाला गरम दुरा बारा बरम दुला बल करा बारा ग शंदना बेमान हप्तरा रगल कना दिगार गमदुरी बिलगड रमदुली बिलकम नगल संदरे रिबे चलेगे धरे थे रूडा बाला मंदुरी बिलगड रगल सियाम थेने लीमोनी हमसिया रबोनी लमसम दुरा रगल कना दिगार गम सियाम दुरा जीबाल बारा 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 माना हमदर कबाना दे रूडा बोनी बालकार बरम दुल बलगम धैर्यगरम दुर बलगम धैर्यगरम दुर बाला। ये भाषा प्रभु दिया है प्रभु से बात करने के लिए, चुपचाप बैठने के लिए नहीं। ये भाषा प्रभु दिया है या अधिकार से बोलने के लिए। निबूली हमदरा बलमदरा बाला बारा बाला रूडा बाला बारा बाला बारा बाला बारा बारा रपा रपा राधा राधा। यीशु का नाम से सारे बंधन टूट जा रहे। वो प्रभु का आत्मा अपने जीवन को स्वतंत्र करे, प्रभु का दर्शन से प्रभु अपने जीवन को भर रहे। आज रात लिबोनी हम दूरी बील कमान गम दुना भाना उडवाला गडरम दुली बिल कमान का शब्द रे रिगल कना ओ रिगल कना गदुरा वाला का शब्द रा गतुरी बिल कमान का दुना वाला उडा वाला गडरम दुना वाला का शब्द रा रगल कना जूना मान का दुना वाला का शब्द रे लीबी बिल कमान बार 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 मुदा रगल सियाते। Oh, thank you, Holy Spirit. Thank you, Holy Spirit. Lebe tele bere kere bere kasiyande. Jura bala gadaram duli bili gadaram jura bala. Jibara baram duli bili gadaram kasiyande. Jura bala 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 banduri kamana ham siyande leke mene. O ribiri kamana ka shamdana rabal kana. Li barom dele ke baragam dura bala ka shamdana rabu siyante leke bere. Rudam bana bhara bala bhara. आत्मा से प्रभु से कनेक्ट कीजिए। लिखो रिबन का नकम दूरा अटक अलग आत्मा से नया अनुभव को आज रात अपने जीवन में अपार लिखा तेरे केवना माया दर्शन को लिबो रिबी दिखा भरा धरा धरा धरा। आत्मा को अनुमति दीजिए, आत्मा को अनुमति दीजिए। रिबान अलग हम दूरा भरा धरा धरा धरा। आत्मा से राजत्व करने के लिए ओ रिबिल कमान का शंदरा राजत्व करने के लिए शरीर के ऊपर, दुनिया के ऊपर, शैतान के ऊपर राजत्व करने के लिए प्रभु आपका अभिषेक ले बोल रहा तो रिबिल के मेरी कबोर बोल बोल कोर बोल कोर बोल बेरे 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 उड़ा बना 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 मत्सुती लिखामा ना कब्दुरी बिलकमा ना कच्चसी आंचल कोरी बिलकमा ना गसियांचे लीबा ना हमदुरी कबा ना शटल कोरोमा सियांचले के मैंने उड़ी बिरी कड़ा रगसियाम थे रिगल कना शुडरा बना रगसियाम थे शिबला बरा बला बना बला बरा हमदुरी बिरी कड़ा रगसियाम। Thank you Holy Spirit, thank you Holy Spirit. नमेशपा शाला बरा बला कड़ा हमदुरी बिरी कड़ा रगसियाम थे। Hallelujah, hallelujah, hallelujah. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. നാലാമത്തെ കൃപാവരമാണ് ജ്ഞാനത്തിന്റെ വചനം.
हम लोग चारवीं बात को हम लोग देखने के लिए जा रहे हैं, खास करके यही है प्रभु का प्रभु का ज्ञान का वचन। ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, ആത്മാക്കളുടെ വിവേചനം, ഇങ്ങനെ 3 കൃപാവരം നമ്മുടെ അറിവിലേക്ക് ദൈവം കൈമാറി തരും, ബുദ്ധിയിലേക്ക്. मतलब प्रभु ने ऐसा एरकम वरदान को प्रभु हमारा जीवन में देगा ताकि प्रभु हमको ज्ञान देगा, वचन का ज्ञान देगा। प्रभु हमको जब ये वरदान को देगा, हम लोग सही रीति से वचन को पहचान सकता है, परिस्थिति को पहचान सकेगा। നിങ്ങൾ എത്ര ബുദ്ധിയില്ലാത്തവരാണെങ്കിലും പരിശുദ്ധാത്മ ശക്തിയിൽ നിറയപ്പെട്ട് ജ്ഞാനത്തിന്റെ വചനം പ്രാപിച്ചാൽ, സ്തോത്രം, സകല ജ്ഞാനമുള്ളവരും നിങ്ങളുടെ ഉപദേശം കേൾക്കാൻ മുട്ടുകുത്തി നിൽക്കും. शायद आप जितना भी पढ़ाई में पीछे हो, जितना भी आपका बुद्धि कमी हो, जब अपना पवित्र आत्मा का ये वरदान से आप भरेगा, ज्ञान का वरदान से आप भरेगा, आपका सामने जितना भी बुद्धिशाली हो उनका ऊपर आप आराम से खड़ा हो सकता है। ഇന്ന് അഡ്വക്കേറ്റുമാര്, ഡോക്ടർമാര്, എഞ്ചിനീയേഴ്സ്, കളക്ടർ പദവിയിലിരിക്കുന്ന എത്രയോ പേര് വെറും 10ാം ക്ലാസ് കുട്ടിയുള്ള എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നറിയുന്നു. आप लोग को मालूम है कितना डॉक्टर लोग, कितना इंजीनियर लोग, कितना ऊंचा पोजीशन का लोग पास्टर के सामने, उन्होंने बोले ज्यादा पढ़ाई में ज्यादा गहराई से नहीं, फिर भी उनका सामने कितना लोग उसके लिए अबेका करता हो प्रभु का। ഞാൻ വലിയ ആളായെന്നോ പൊങ്ങിത്തരം പറയാനൊന്നും അല്ല ഇങ്ങനെ വിചാരിക്കരുത്. ഇന്നും ഒരു അഡ്വക്കേറ്റ് അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു, പക്ഷെ കൊടുക്കാൻ സമയം കിട്ടിയില്ല, ഇന്ന് പറ്റിയില്ല. ഞാൻ പറഞ്ഞത് അത് എന്റെ വലിയ ജ്ഞാനം കൊണ്ടല്ല, ഈ കൃപാവരം, ജ്ഞാനത്തിന്റെ വചനം എന്ന കൃപാവരം അകത്ത് ജ്വലിക്കാൻ തുടങ്ങിയത് കൊണ്ടാണത്. मैं अपने आप को बड़ा करके नहीं बोल रहा हूँ। आज भी एक एडवोकेट वकील मेरे पास फोन किया, उसको मैं समय दे नहीं पाया, क्योंकि खास करके क्या है, प्रभु का वरदान प्रभु मेरा ऊपर दिया है, वो ज्ञान का, प्रभु का वचन का ज्ञान, मतलब ये ज्ञान से मैं परिस्थिति को जान सकेगा, व्यक्ति को जान सकेगा, उनका जीवन का समस्या को जान सकेगा। ये प्रभु का वरदान है। ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒത്തിരി പഠിക്കാൻ പറ്റിയില്ല, ഞാൻ മണ്ടിയാണ്, ഞാൻ പൊട്ടനാണ്, സ്തോത്രം, വലിയ കഴിവൊന്നും എനിക്കില്ല, എന്നെ ആർക്കും ഒരു ഗുണമില്ല എന്നൊക്കെ നിങ്ങൾ ഓർക്കുന്നെങ്കിൽ ബാക്കി ഒന്നിനും പോകണ്ട. ദൈവസന്നിധിയിൽ ഇരുന്ന് പരിശുദ്ധാത്മ ശക്തിയിൽ നിറഞ്ഞ് ജ്ഞാനത്തിന്റെ വചനം വെളിപ്പെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ഒപ്പം പഠിച്ച ആരെക്കാളും റേഞ്ചിൽ ദൈവം നിങ്ങളെ ഉയർത്തും. शायद आपका जीवन में ज्यादा पढ़ा नहीं होगा, परिस्थिति भालो नहीं होगा, शायद आप काफी समय अपने आप को नीचे सोचते होगा, तो भी आज मैं आपको उत्साहित करना चाहता हूँ। पवित्र आत्मा के वरदान के लिए आशा कीजिए, पवित्र आत्मा को प्रार्थना कीजिए। आपका बंधु लोग से बढ़कर आपका जितना भी सामने है, जैसा लोग का सामने, प्रभु आपको प्रभु का महिमा के लिए प्रभु खड़ा करेगा। നമ്മളത് അപ്പോസ്തല പ്രവൃത്തി 2:41 നമ്മളത് വായിക്കുന്നുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 2:41. हम लोग ये पढ़ सकेगा, प्रेरितों का पुस्तक 2 अध्याय इसका 41। या एक जन पढ़ेगा। তখন তাহার কথা গ্রাহ্য করিল, তাহারা বাপ্তাইজিত হইল, তাহাতে সেই দিন কম বেশ 3000 লোক তাহাদের সহিত সংযুক্ত হইল। ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ നിറഞ്ഞ് ദൈവം കൊടുത്ത ജ്ഞാനപ്രകാരം വചനം പറയുകയാണ്. इधर ही हम लोग देखता है प्रभु ने जो दिया ज्ञान से, पीटर खड़ा होके प्रभु का वचन को बता रहे। ഹല്ലേലൂയ. സ്തോത്രം. പത്രോസ് സ്കൂളിൽ പോയവനല്ല, साधु बोल स्कूल में पढ़ा नहीं है, ആകെപ്പാടെ മീൻ പിടിക്കാനേ അറിയാവുള്ളൂ. उसको काली मालूम है मछली पकड़ने के लिए। വചനം പറയുന്നത് നേരെ ചൊവ്വ വസ്ത്രം പോലും ധരിക്കാതെ നടന്നവനാണ് പത്രോസ് എന്നാ. मतलब बाइबल से हमको मालूम होता है सही तरीका से कपड़ा पहनने के लिए भी उसको मालूम नहीं था, थोड़ा बहुत वही हमको मालूम होता है। പരിശുദ്ധാത്മ ശക്തി വന്ന ഒരു പ്രസംഗം അങ്ങ് പ്രസംഗിച്ചപ്പോ 3000 പേര് ശിഷ്യന്മാരായി. देखिए पवित्र आत्मा का सामर्थ उसका ऊपर आया, जब एक ही प्रचार किया 3000 लोग उसका सामने प्रभु को स्वीकार किया। അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, സ്തോത്രം, പരിശുദ്ധാത്മാവിനാൽ ഈ ജ്ഞാനത്തിന്റെ വചനം എന്ന കൃപാവരം നിങ്ങൾ വ്യാപരിച്ചാൽ, സ്തോത്രം, സകലരും നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുവാനിട വരും.
मैं यही बोलना चाहता हूं, मैं 4वीं प्रभु का वरदान यही है, जो आत्मा से ज्ञान को, वचन का ज्ञान को आप पाएगा, सारे दुनिया जितना भी बड़ा नेता हो, व्यक्ति हो, आपका सामने घुटना टिकेगा, क्योंकि ये वरदान को आप पाएगा, आप सारे परिस्थिति को आप जान सकेगा। आमेन। ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ ജ്ഞാനത്തിന്റെ വചനം എന്ന കൃപാവരം പ്രാപിച്ചാൽ, സ്തോത്രം, ഒരു മനുഷ്യനും നിങ്ങൾക്കെതിരെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല. വാക്കുകൊണ്ട് നിങ്ങളെ ജയിക്കാൻ കഴിയില്ല. कोई भी व्यक्ति आपका सामने खड़ा हो नहीं सकेगा, आपका सामने आपका मुंह का बोली से विजय पा नहीं सकेगा, जब प्रभु का वचन का ज्ञान को वरदान जब अपना जीवन में पाएगा। ഹല്ലേലൂയ. हालेलुया। സ്തോത്രം. അതുകൊണ്ടാണ് ഈ പെന്തക്കോസ്ത് അഭിഷേകമുള്ളവരെ വീട്ടിൽ കയറ്റിരുന്ന ആൾക്കാർ പറയുന്നത്. इसलिए कुछ लोग बोलता है ऐसा जो पेंटिकोस का जो अभिषेक है, ऐसा लोग को घर में लेके नहीं जाना है, അവരുടെ വാക്ക് കേൾക്കരുത്. उन लोग का आवाज को नहीं सुनना है। ഹല്ലേലൂയ. കാരണം നമ്മൾ ദൈവാത്മാവിനാൽ വചനം പറഞ്ഞാൽ ആർക്കും തിരിച്ചു പറയാൻ പറ്റില്ല, അവർ മുട്ടുകുത്തും. അത് അവർക്ക് മറ്റവർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. क्योंकि काफी लोग जानता है प्रभु का ज्ञान से हम लोग प्रभु का वचन को बोलेगा तो उन लोग घुटना टीकना पड़ेगा, उन लोग അത് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 18 വേഴ്സ് 28. हम लोग एक वचन को पढ़ेंगे, प्रेरितों का पुस्तक 18 अध्याय इसका 28, 18:28, राइट पास्टर? യാ. क्योंकि वह पवित्र शास्त्र से प्रमाण दे देकर यीशु मसीह सबलता से यहूदियों को सबके सामने निरंतर करता रहा। आमीन। ഹല്ലേലൂയ. കണ്ടോ, അപ്പോസ്തലനായ പൗലോസ് അധികാരത്തോടെ യേശുവിന്റെ വചനം പറയുമ്പോൾ യഹൂദന്മാരെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന് അദ്ദേഹത്തിന് എതിരെ പറയാൻ തുടങ്ങി. देखिए, साधु बोल इधर ही हम लोग देखता है, अधिकार से जब प्रभु का वचन को बोलना शुरू किया, यहूदी लोग सभी उसका विरोध होकर खड़ा हुआ, അവര് നൂറുകണക്കിന് പേര് ഒരു ഭാഗത്ത് നിൽക്കുക. और लगभग 100 रकम काफी लोग, प्रचुर लोग मिलकर एक ही साइड में खड़ा है। പൗലോസ് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. देखिए, साधु बोल अकेला है। ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ വചനം എന്ന കൃപാവരം പ്രാപിച്ച പൗലോസ് 100 പേരുടെ നടുവിൽ നിന്നുകൊണ്ട് തിരുവെഴുത്തുകളെ പറഞ്ഞപ്പോ ഒരെണ്ണത്തിന് മിണ്ടാൻ പറ്റാതെ വായടച്ചു പോയി അവരെല്ലാം. ओ, अब देखिए, प्रभु का वचन का ज्ञान से, आत्मा वचन का ज्ञान को वरदान से जब साधु बोल प्रभु का वचन को बताया, कोई इतना लोग खड़ा है, कोई भी उसका सामने कुछ भी बोल नहीं पाया। നമുക്ക് പറയാൻ ആധാരമുള്ളത് ദൈവത്തിന്റെ വചനമാണ്. हमको बोलने के लिए आधार खाली प्रभु का वचन है। ഹല്ലേലൂയ. സ്തോത്രം. हालेलुया। ചില ആളുകള് ഈ സ്തോത്രം വചനാടിസ്ഥാനത്തിൽ പറയാതെ കൊഞ്ഞണം കുത്തി കാണിക്കും. തോറ്റു കഴിഞ്ഞ് കഴിയുമ്പോൾ കൊഞ്ഞണം കുത്തും, ചിലര് കല്ലുവാരി എറിയും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ തിരുവഴുത്തുകളിൽ നിന്ന് തെളിയിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. कुछ लोग जब परिस्थिति को अपने आप को मतलब अलग अलग तरीके इसको बताने के लिए चेष्टा करता हूं, तो फिर बाइबल हमको यही सिखाता हूं, वचन से, वचन का ज्ञान से हम लोग आत्मिक के सामने सब कुछ हमको बताना है। ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നിങ്ങൾ ജ്ഞാനത്തിന്റെ വചനം എന്ന കൃപാവരം പ്രാർത്ഥിച്ച് പ്രാപിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തികൾക്ക് നിങ്ങൾക്കെതിരെ നിൽക്കാൻ പറ്റില്ല. എന്തൊരു കാര്യവും വചനത്തിന്റെ പിൻബലത്തോടെ സംസാരിക്കുമെങ്കിൽ ആർക്കും എതിരുവാനായി കഴിയുകയില്ല. देखिए, जब प्रभु का ज्ञान से जब मैं और आप बात करेगा, कोई भी आपका विरोध खड़ा हो नहीं सकेगा। ഇത് നമ്മുടെ യേശുപ്പച്ചന്റെ കാലം മുതലുള്ളതാ. देखिए, प्रभु यीशु का समय से हम लोग ये प्रकट रीति से देखता है। മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15-ാമത്തെ വാക്യം. मत्ती सुसमाचार 22 अध्याय इसका 15 आयत हम लोग पढ़ेंगे। मत्ती सुसमाचार 22 अध्याय इसका 15। তখন ফরিসীরা গিয়া মন্ত্রণা করিল কিরূপে তাহাকে কথার ফাঁদে ফেলিতে পারে। കണ്ടോ, യഹൂദന്മാര് ചെന്ന് യേശുവിനെ വാക്കിൽ കൊടുക്കാനായിട്ട് ആലോചിച്ചു. देखिए, जिधरी देखता है, फारिसी लोग कैसे भी यीशु को अपना बाकों में पकड़ने के लिए आए। അവസാനം എന്താ പറ്റിയത്? 45-46 വാക്യം. इसका 45 और इसका नेक्स्ट वचन को पढ़ेगा तो मालूम होगा। पढ़िए उसका 45 और 46। অতএব দাউদ যখন তাহাকে প্রভু বলেন, তখন তিনি কি প্রকারে তাহার সন্তান, তখন কেহ তাহাকে কোনো উত্তর দিতে পারিল না, আর সেই দিন অবধি তাহাকে কোনো কথা জিজ্ঞাসা করিতে কাহারও সাহস হইল না।
യേശുപ്പച്ചനെ വാക്യം കൊടുക്കാനാ ചെന്നത്. ജ്ഞാനത്തിന്റെ ആത്മാവുള്ള യേശു കർത്താവ് 2 വർത്താനം തിരിച്ചു പറഞ്ഞോടെ ഉത്തരം മുട്ടി കൊഞ്ഞണം കുത്തിക്കൊണ്ട് പോയി അല്ല. देखिए यीशु को मुंह से पकड़ने के लिए आया, तो फिर उन लोग कोई भी उसका सामने खड़ा हो नहीं पाया, उन लोग निराशा होके अपना बाड़ी चला गया। ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, പണ്ട് ഇവിടെ സ്തോത്രം ഞങ്ങളുടെ അടുത്ത് ഒരു സ്ഥലത്ത് പരസ്യയോഗം നടക്കുകയാണ്. एक बार हमारा उधर ही ऐसा रास्ता में खड़ा होके प्रभु का प्रचार हो रहे थे. അപ്പൊ ഈ പരസ്യയോഗം നടക്കുന്ന സമയത്ത് സ്തോത്രം കുറെ ആളുകൾ വന്നിട്ട് ഇത് ഞങ്ങളുടെ ഏരിയയാണ്, ആരടാ നിങ്ങൾക്ക് അധികാരം തന്നെന്ന് പറഞ്ഞ് പാസ്റ്റർമാർക്കെതിരെ നിൽക്കുകയാണ്. जब प्रचार कर रहे थे, कुछ लोग पासवान लोगों को, पास्टर लोग का विरोध होके खड़ा हो गया, ये हमारा देश है, कौन इधर ही खड़ा होके प्रचार कर रहे थे, ऐसा थोड़ा चुनाव दे रहे थे. ഹല്ലേലൂയ. ഉടനെ സ്തോത്രം എല്ലാ ദൈവദാസന്മാരും ഇങ്ങനെ ഒന്ന് വിറച്ചു. കാരണം പെർമിഷൻ ഒന്നും എടുത്തിട്ടില്ല. उस समय गवर्नमेंट से परमिशन वगैरह नहीं लिए थे, तो काफी लोग थोड़ा डर गया, क्या हो रहा है, ऐसा थोड़ा सोच लिया. അന്നേരം ഒരു പാസ് ഇങ്ങനെ എതിർത്ത് വന്ന ഒരുത്തനോട് ഒരു പാസ് വന്നിട്ട് പറഞ്ഞു, മേലെ അധികാരം കൊടുക്കുന്നതാ ഞങ്ങൾ ഇവിടെ വചനം പറയുന്നത്, നിനക്കെന്തെങ്കിലും ചോദിക്കാറുണ്ടോ തിരിച്ച്. तो उसका बीच से एक पास से खड़ा होके बोला, हम लोग ऊपर का अधिकार को पाके हम लोग इधर ही प्रचार कर रहे हैं, तेरे लिए क्या बात है, वो धीरज से बताए. അപ്പൊ അയാൾ വിചാരിച്ചു മേലേന്ന് വിചാരിച്ചോ വലിയ പോലീസിന്റെ സ്റ്റേഷനിൽ നിന്നോ എപ്പോഴെങ്കിലും അധികാരം എടുത്തേച്ചായിരിക്കും നിൽക്കുന്നതെന്ന്. जो व्यक्ति सोच लिया, पास्टर बोला ऊपर का अधिकार से हम लोग आया, तो वो सोचे शायद मतलब इसका पुलिस में हो कोई अधिकारी का बहुत मतलब रिश्ता है, वो सोच के वो आदमी डर के चला गया. അതോടെ അവര് പേടിച്ചിട്ടേച്ച് പോയി. സത്യത്തിൽ പുള്ളി പറഞ്ഞ സ്വർഗത്തിലെ അധികാരത്തെ കുറിച്ചാ. तो उसने जो बोले थे स्वर्ग का अधिकार के बारे में. ഞാനിത് പറഞ്ഞത്, ചില സമയത്ത് ദൈവം നമുക്ക് ചില വാക്കുകൾ തരും, ചില അതോറിറ്റി തരും. ഈ കൃപാവരം നമ്മിലുണ്ടെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ നാവിൽ അത് തരും. ആ സമയം നമുക്കെതിരെ നിൽക്കാൻ ആർക്കും കഴിയില്ല. कभी कभी प्रभु क्या होगा, कुछ शब्द हमारे अंदर देगा, कुछ ज्ञान देगा और कुछ वचन देगा. जब वो वचन को हम लोग बोलेगा, जितना भी विरोधी लोग खड़ा होगा, कोई भी हमारा सामने खड़ा हो नहीं सकेगा. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ. इसलिए हम लोग प्रार्थना करना है प्रभु को उपस्थिति में. നിങ്ങൾ ദൈവസന്നിധിയിൽ വചനം ധ്യാനിക്കണം. प्रभु का वचन को हम लोग मनन करना है. സിനിമയേക്കാൾ, ടിവിയേക്കാൾ, സീരിയലുകളേക്കാൾ, കോമഡി പ്രോഗ്രാമുകളേക്കാൾ ദൈവവചനം ധ്യാനിക്കുവാൻ സമയങ്ങൾ വേർതിരിക്കണം. दुनिया का कोई भी जिनिस, सिनेमा हो, कॉमेडी हो, ये रकम अलग बात देखना है नहीं. हम लोग प्रभु का वचन को मनन करने के लिए, प्रभु का वचन का सच्चाई को जानने के लिए समय देना है. ഹല്ലേലൂയ. സ്തോത്രം. ഈ ബൈബിൾ കോളേജ് അധ്യാപകരൊക്കെ ഒരു പരിധി വരെ ഈ കൃപാവരങ്ങൾ ഉള്ളവർ തന്നെയാണ്. थोड़ा बहुत जो वचन को शिक्षा देने वाले लोग, ऐसा वरदान को पाया हुआ लोग हैं. ഹല്ലേലൂയ. ഇനി സ്തോത്രം 5ാമത്തെ കൃപാവരമാണ് പരിജ്ഞാനത്തിന്റെ വചനം. 5वीं बात यही मैं आपका सामने बोलना चाहता हूँ. डिसर्निंग स्पिरिट बोलने से आप जो परिस्थिति को आपको समझ सकता है. പരിജ്ഞാനത്തിന്റെ വചനം, ജ്ഞാനം, പരിജ്ഞാനം, വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ് എന്ന് നമ്മൾ പറയും. मतलब इंग्लिश में बोलता है वर्ड ऑफ विजडम. पहले हम लोग बोले थे 4वीं वर्ड ऑफ विजडम. वर्ड ऑफ विजडम बोलने से सभी मतलब आत्मा का ज्ञान, और वर्ड ऑफ नॉलेज बोलने से आत्मा से हम लोग को पहचान सकता है. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരിജ്ഞാനത്തിന്റെ വചനം, അതായത് ഈ ലൈറ്റ്, ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ ലൈറ്റ് ഉണ്ടല്ലോ. സ്തോത്രം. നമ്മള് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും. അത് ജ്ഞാനമാണ്, അറിവാണ്. देखिए हम कुछ बात हम लोग को जान लेता है. ये जान का बोलने से आपको मालूम है, आपका रूम का जो स्विच दबाने से क्या होगा, आपको उसमें बिजली से क्या लाइट मिलेगा. ഹല്ലേലൂയ. അതൊരു അറിവാണ്. അത് वो आपको जानता है, ये सच्चाई है. ഹല്ലേലൂയ. എന്നാൽ लेकिन നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത്, നമ്മൾ റൂമിൽ ഇല്ലാത്ത സമയത്ത്, പകൽ പ്രകാശമുള്ള സമയത്ത് ആ ലൈറ്റ് ഓഫ് ചെയ്യണം എന്നുള്ളതിനാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. तो इसका देखिए सच्चाई से बोलना सही है, हम लोग जानता है लाइट को
स्विच दबाने से चालू होगा। तो फिर अभी ये जो वरदान का सविशेषता यही है, बोलने से द वर्ड ऑफ नॉलेज। कोई बोल सकेगा बंगाली में वर्ड ऑफ नॉलेज? आप कोई भी बोल सकेगा तो बोलिए, थोड़ा सुविधा होगा। इसको परिष्कार करके बोलना से ही है। आप मान लीजिए स्विच दबाने से लाइट जलेगा, मालूम होगा, तो फिर वर्ड ऑफ नॉलेज बोलना सही है। अब दिन का समय जहां पर पूरा सूरज है, आपका खिड़की वगैरह खुला है, आपका लाइट का जरूरत नहीं है, तो उस समय आपका अंदर ऐसा ज्ञान है, लाइट को आप स्विच ऑफ करता है, मतलब से बेकार तरीका से इस्तेमाल नहीं करता है। हालेलुया। See, നമ്മുടെ വീട്ടിലൊക്കെ ടാപ്പ് ഉണ്ട്, പൈപ്പ് ഉണ്ട്. देखिए हमारा घर में जो टैप है जहां से पानी लेता है, അപ്പൊ നമുക്കറിയാം ടാപ്പ് തുറന്നാൽ വെള്ളം വരും. അത് ജ്ഞാനമാണ്, അറിവാണത്. हम लोग को मालूम है ये टैप खोलने से क्या उसमें से पानी मिलेगा, वो हमारा ज्ञान है। ആമേൻ. എന്നാൽ പരിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ബക്കറ്റ് നിറച്ച് ആവശ്യത്തിന് വെള്ളം എടുത്താൽ അത് പൂട്ടിയിടുക എന്നുള്ളതാണ് പരിജ്ഞാനം. तो फिर यह वरदान का सविशेषता यही है, हम लोग को मालूम है जब पानी का जरूरत नहीं है उस समय हमको क्या करना है, टैप को बंद करके रखना है। ചില ആളുകൾ തുറക്ക മാത്രമേ ഉള്ളൂ, പൂട്ടില്ല. തുറന്ന് വെള്ളം എടുത്തേക്ക് അവർ എടുത്തോണ്ട് പോകും. സ്തോത്രം. അരിക്ക് പോട്ടെ, എന്റെ കാര്യം നടന്നല്ലോ. അത് പരിജ്ഞാനമില്ലാത്തതാണ്. कुछ लोग हर समय टैप को खोल के रखता है तो फिर उसको बंद करने के लिए कभी भी जानता नहीं है। मतलब इसका मतलब क्या है, उसका नॉलेज नहीं, मतलब वर्ड ऑफ नॉलेज नहीं, सही तरीका से उसको। നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ജ്ഞാനമുണ്ട്, പരിജ്ഞാനമില്ല. हमारा छोटा बच्चा लोग को देखिए, उन लोग काफी बात को जानता हूं तो फिर उसको काफी समय पहचानता नहीं है। അതുകൊണ്ട് അവർ ഓടിച്ചെന്നുള്ള സ്വിച്ച് എല്ലാം ഇടും, ഉള്ള പൈപ്പ് എല്ലാം തുറന്നു വിടും. അത് പൂട്ടണമെന്നോ തിരിച്ചു ഓഫ് ചെയ്യണം അവർക്കറിയില്ല. देखिए छोटा बच्चा लोग क्या करेगा, सारे स्विच को दबा के लाइट को चालू करेगा, सारे टैप को खोल के पानी को निकालेगा, उसको बंद करना है उन लोग जानता नहीं, वो नॉलेज കാരണം അവർ പരിജ്ഞാന പൂർത്തിയിലേക്ക് എത്തിയിട്ടില്ല. क्योंकि उन लोगों को वो सच्चाई को उन लोगों को मालूम नहीं। ചിലരോട് സ്വിച്ച് ഇടാൻ പറഞ്ഞാൽ ഇട്ടോണ്ടേ ഇരിക്കും. സ്വിച്ച് ഇടുക, ഓഫ് ചെയ്യുക, പിന്നെ ഇടുക, ഓഫ് ചെയ്യുക. ആ സ്വിച്ച് പോകുന്നവരെ കുത്തിക്കൊണ്ടിരിക്കും. कुछ लोगों को मतलब लाइट चालू करने के लिए बोलेगा तो वो स्विच को दबाएगा, उसको बंद करेगा, वो चालू करके रखेगा। അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിനെ പറഞ്ഞതേ ഉള്ളൂ, പരിജ്ഞാനവും ജ്ഞാനവും എന്താണ്. आप लोग को थोड़ा समझने के लिए मैं बोला, सबसे प्रथम 4वीं बात हम लोग यही बोले थे, मतलब आत्मा का ज्ञान। अभी हम लोग यही बोलता है आत्मा को पहचानना, आत्मा से प्रभु का बात को पहचानना है। ക്രിസ്തീയ ലോകത്തും സഭയ്ക്കകത്തും പരിജ്ഞാനം വേണം പരിശുദ്ധാത്മാവിനാൽ. देखिए हमारा मसीह जीवन में खास करके हमको क्या है, सारे बात को पहचानने के लिए प्रभु का आत्मा के वरदान प्रभु आपका अंदर देना चाहता। പരിജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ദൈവകൃപയിൽ നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ. जब तक सारे बात को प्रभु का अनुसार, प्रभु जैसा देखता है वैसा हम लोग जब पहचानेगा नहीं, हमारा मसीह जीवन में हम लोग सही तरीका से खड़ा हो नहीं सकेगा। ഇല്ലെങ്കിൽ ആരാധിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആരാധിക്കും, ആരാധന കഴിഞ്ഞ ഉടനെ ഇടിയും കൂടും. नहीं होना सही होगा। आराधना का समय हम लोग बहुत जोर से आराधना करेगा, इसके बाद ही हम लोग जाके झगड़ा करेगा। हालेलुया. അത് പരിജ്ഞാനമില്ലായ്മയാണ്. इसका मतलब क्या है, हमारे अंदर जो नॉलेज नहीं, प्रभु का क्या है बोलेगा, प्रभु का ज्ञान और प्रभु का वो पहचानता नहीं। സ്തോത്രം. ഹാലേലൂയ. അത് വേണമെങ്കിൽ നമ്മളത് വേഴ്സ് 8 ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 വേഴ്സ് 8 അത് വേണമെങ്കിൽ അത് കറക്റ്റ് വേർഡ് നിങ്ങൾക്ക് അതിൽ വായിക്കാൻ പറ്റും. ഒന്നുകൂടെ റെഫറൻസ് ഒന്ന് പറയാമോ? ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 വേഴ്സ് 8 ആ ഭാഗത്ത്. प्रथम कोरिन्थियों 12 का 8 एक जन जल्दी पढ़ने से अच्छा होगा। प्रथम कोरिन्थियों, কারণ একজনকে সেই আত্মা দ্বারা প্রজ্ঞার বাক্য দত্ত হয়, আর একজনকে সেই আত্মানুসারে জ্ঞানের বাক্য। ज्ञाने बाको। अच्छा വീട് കിട്ടിയല്ലോ പാസ്റ്റേ? താങ്ക് യു പാസ്റ്റേ. ഹല്ലേലൂയ. ഓക്കെ. അപ്പോ സ്തോത്രം. നമ്മുടെ ഈ പരിജ്ഞാനം എന്നുള്ളത് അത് ആത്മീയ ശുശ്രൂഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് കൃപാവരങ്ങൾക്ക് സ്കൂൾ ഓഫ് ദി ഹോളി സ്പിരിറ്റിൽ ഇരിക്കുന്ന നിങ്ങൾ ഏറ്റവും അധികം പ്രാപിക്കേണ്ട ഒരു വരമാണ് പരിജ്ഞാനത്തിന്റെ വചനം. तो ये हमारे लिए बहुत इम्पोर्टेंट वरदान है। हम लोग आत्मा को पहचानना है, सारे बात को आत्मा से पहचानना है। स्तोत्रम. See, First Kings chapter 4 verse 29. प्रथम राजा First Kings chapter 4 verse 29. 4 का 29 29
আর ঈশ্বর সলোমনকে ना पढ़िए sister। বিপুল জ্ঞান ও সূক্ষ্ম বুদ্ধি এবং সমুদ্র তীরস্থ বালুকার ন্যায় ചിത്തേর വിസ്തീർണത দিলেন। ശലോമോൻ അവിടെ സകലത് കൊടുത്തതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. इधर ही हम लोग देखता है प्रभु ने सोलोमन को सब कुछ दे दिया। അപ്പൊ ഈ ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണെന്ന് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. देखिए इसमें से हमको मालूम है ज्ञान है, सभी को पहचानने के लिए जो बुद्धि है ये सब कहाँ से मिलता है? प्रभु से मिलता है। सोलोमन को प्रभु ने दिया। അതുകൊണ്ട് നമ്മുടെ പിള്ളേർ വഴക്കാളികളാണ്, പറഞ്ഞ അനുസരണം കേട്ടവരാണ്, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നവരാണ്, യാതൊരു ഗുണമില്ലാത്തവരാണെങ്കിലും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് ദൈവജ്ഞാനവും പരിജ്ഞാനവും ഉള്ള ഹൃദയം കൊടുക്കുമെന്ന് ഈ വാക്യത്തിനാൽ നമുക്ക് മനസ്സിലാക്കാം. ये वचन से हमको मालूम होता है शायद आपका बच्चा आपका बात को नहीं मानता है, आप इधर ही बुलाएगा तो उधर ही जाता है जैसा, तो फिर जब प्रभु से हम लोग मांगेगा तो प्रभु क्या है सही तरीका से, ज्ञान से, सही तरीका से, आत्मा का शक्ति से प्रभु अपना बच्चा को भर देगा। ചില കുടുംബത്തില് പിള്ളേരല്ല അപ്പനും അമ്മയും തന്നെ പരിജ്ഞാനം ഇല്ലാത്തവരാണ്. സ്തോത്രം. ഭർത്താവ് യാതൊരു ഗുണമില്ലാത്തതായിരിക്കും, ചിലപ്പോ ഭാര്യ ഒരു വിവരം ഇല്ലാത്തതായിരിക്കും. നിങ്ങൾ ഭാരപ്പെടരുത്. പരിജ്ഞാനം കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. ദൈവം അവർക്ക് അത് കൊടുക്കുമെന്നാണ് വചനം പറയുന്നത്. कुछ परिवार में स्वामी स्त्री अलग तरीका से होगा, वो सही तरीका से सब कुछ आत्मा से पहचानता नहीं होगा। कुछ परिवार में बच्चा लोग पहचानता नहीं होगा। तो फिर वचन यही बोलता हूँ प्रभु हमको ज्ञान भी देता है, वो सब कुछ पहचानने का वरदान भी प्रभु देता है, इसलिए प्रभु से हम लोग प्रार्थना करना है। അത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു. 1 Kings chapter 3 verse 12. 3:12 प्रथम राजा 3:12। আমি তোমার বাক্যানুসারেই করিলাম, দেখো আমি তোমাকে এমন জ্ঞানশালী ও বুঝিবার চিত্ত দিলাম যে তোমার পূর্বে তোমার তুল্য কেহ হয় না এবং পরেও তোমার তুল্য কেহ উৎপন্ন হইবে না। ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ടോ ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയം. അപ്പോ ഈ ജ്ഞാനത്തോടൊപ്പം വിവേകം വരുന്നതിനാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. देखिए इधर ही परिष्कार करके लिखा है प्रभु के ज्ञान भी दिया और डिसर्निंग हार्ट, बोलने से पहचानने का हृदय भी दिया, सच्चाई को पहचानने का हृदय भी दिया। आमीन। ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വാഹനം നമുക്ക് കിട്ടി, സ്തോത്രം. അതിനെ എങ്ങനെ ഓടിക്കാം എന്നുള്ളതിനാണ് സ്തോത്രം ഈ പരിജ്ഞാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ എങ്ങനെ വൃത്തിയായി കൊണ്ടുപോവാം, അത് മറച്ചിടാണ്ട് എങ്ങനെ ഓടിക്കാം, ദീർഘകാലം അതിനെ വൃത്തിയായി എങ്ങനെ സൂക്ഷിക്കാം, അതിനാണ് ഈ പരിജ്ഞാനം. അതിനാണ് ഇവിടെ ശലോമോന് ജ്ഞാനവും ആ ജ്ഞാനത്തെ ഉപയോഗിക്കാനുള്ള വിവേകവും ദൈവം കൊടുക്കുന്നത്. देखिए परिष्कार करके बोलने से यही है, आपको एक गाड़ी मिला तो फिर उसको जैसा परिष्कार करके आपको इस्तेमाल कर सकेगा, सही तरीका से इस्तेमाल कर सकेगा, उसके लिए प्रायोगिक रीति से प्रभु आपको समझने के लिए प्रभु आपको अंडरस्टैंडिंग देगा, प्रभु आपको ज्ञान देता है, वही हमारा जीवन में बहुत जरूरत है। പരിജ്ഞാനത്തിന്റെ വരമുള്ളവർ അവരുടെ ജീവിതശൈലി, അവർക്ക് ലഭിക്കുന്ന വാഹനം, അവരുടെ കുടുംബം, സ്തോത്രം, ഇനി ഒരു 5 ബുക്കേ ഉള്ളെങ്കിൽ പോലും അത് നല്ല വൃത്തിയായി അടുക്കായി കൃത്യമായി അവരത് സൂക്ഷിക്കും. വിവേകമില്ലാത്തവർക്ക് കൊട്ടാരം കിട്ടിയിട്ടും കാര്യമില്ല, അവൻ അതിനെ മൂടിപ്പിക്കും. जो डिसर्निंग हार्ट होता है वो वाला जो सच्चाई से पहचान सकता है, वो क्या है, उसका जीवन में छोटा सा बात होगा तो फिर वो सब कुछ समझकर सही तरीका से वो उसको पूरा कर सकेगा, उसको संभाल कर सकेगा। അത് ജന്മന ശലോമോന് കിട്ടിയതല്ല, അവൻ പ്രാർത്ഥിച്ച് ദൈവം അവന് കൊടുത്തതാണ്. देखिए सोलोमन जब पैदा हुए थे ऐसा वरदान, उसका ज्ञान, ऐसा बात उसका अंदर नहीं था। जब प्रभु से प्रार्थना किया, प्रभु ने सोलोमन को ज्ञान को दिया और सब कुछ पहचानने के लिए डिसर्नमेंट, सही तरीका से पहचानने के लिए वरदान भी प्रभु ने दिया। അതുകൊണ്ട് ജോൺ ദാസ്, അതുകൊണ്ട് മേരി ദാസ്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയുക, നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നെങ്കിൽ ദൈവം നമുക്കത് തരും. इसलिए मैं आप लोगों को हर एक जन को बोलना चाहता हूँ, जो खास करके जॉन दास और मेरी दास, जितना भी लोग कनेक्टेड है, मैं ये बोलना चाहता हूँ, प्रभु से मांगेगा तो प्रभु हमको क्या देगा, ज्ञान का आत्मा देगा और उसको पहचानने के लिए, सही बात को पवित्र आत्मा से पहचानने के लिए वरदान प्रभु हमारे जीवन में देगा। ദൈവം മുഖപക്ഷമുള്ള ദൈവമല്ല, ശലോമോന് കൊടുത്ത ദൈവം നമുക്കും അത് തരും.
आमेन। प्रभु कुछ लोगों को देगा, कुछ लोगों को नहीं देगा, ऐसा नहीं। प्रभु सोलोमन को दिया तो इसका मतलब क्या है? प्रभु आज हमारे लिए भी प्रभु ज्ञान का आत्मा और पहचानने का आत्मा प्रभु आज भी हमारे लिए देगा। ഈ ശലോമോൻ അത് കിട്ടിയ ശേഷം സ്തോത്രം ഒരു വിഷയം ശലോമോന്റെ മുമ്പിൽ വരുന്നത് 3:16-28 നമ്മൾ കാണുന്നുണ്ട്. ये ज्ञान को पाने के बाद और पहचानने का वरदान पाने के बाद सोलोमन के सामने एक परिस्थिति को लेके आया. അത് നമ്മൾ 16 മുതൽ 28 വരെ രണ്ട് സ്ത്രീകൾ ശലോമോന്റെ അടുക്കൽ വന്നു. 16 से 18 तक हमको मालूम होता है. आप लोग को मालूम है कहानी. दो महिला लोग सोलोमन के पास आए. അത് നിങ്ങൾ പിന്നീട് വായിക്കണം. സ്തോത്രം. അതായത് ഫസ്റ്റ് കിങ് ചാപ്റ്റർ 3:16-28 നിങ്ങൾ വായിക്കണം. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. 3 का 16 से 18 तक आप लोग लिख के रखिए, बाद में पढ़िए. प्रथम राजा 3 का 16 से 18 तक आप पढ़ेगा तो ये वरदान को आप सही तरीका से पहचानेगा. जैसे सोलोमन के पास दो महिला लोग आया और कैसे उसने प्रभु से वो ज्ञान से उत्तर दिया. ഹല്ലേലൂയ. അവസാനം അതിന്റെ അകത്ത് വന്ന വിഷയം ഇതാണ്. രണ്ട് സ്ത്രീകൾ ഒരേ സമയത്ത് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഏകദേശം. हाँ, उधर ही परिस्थिति यही है. दो महिला लोग गर्भवती होके बच्चा को जन्म दिया. രണ്ടുപേര് ഏകദേശം ഒറ്റ വീട്ടിൽ രണ്ട് മുറിയിലാ താമസിച്ചുകൊണ്ടിരുന്നത്. दोनों एक ही बाड़ी में था. ഹല്ലേലൂയ. അവസാനം സ്തോത്രം ഒരു സ്ത്രീ പ്രസവിച്ച കൊച്ചിന്റെ മേലെ രാത്രി പുള്ളിക്കാരി കയറി കിടന്നു. ആ കൊച്ചു മരിച്ചുപോയി. एक स्त्री बच्चा को जन्म देने के बाद वो स्त्री क्या किया? बच्चा को ऊपर सोने के समय बच्चा को ऊपर पड़ गया और बच्चा मर गया. ആ മരിച്ച കൊച്ചിനെ എടുത്ത് സ്തോത്രം അപ്പുറത്തെ സ്ത്രീ കിടക്കുന്ന മുറിയിൽ ചെന്ന് ആ സ്ത്രീയുടെ കൊച്ചിന്റെ അടുത്ത് വെച്ചേച്ച് ആ സ്ത്രീ ഉറങ്ങിക്കിടന്നപ്പോ ജീവനുള്ള കൊച്ചിനെ എടുത്ത് അവക്കടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. तो वो वचन को आप बाद में पढ़िए, आपको परिष्कार करके मालूम होगा. 3 का 16 से 18 तक क्या हुआ है? दूसरा एक महिला था, वो बहुत चालाक था. एक महिला का बच्चा तो मर गया, मतलब गलत तरीके से वो बच्चा को ऊपर पड़ा था, वैसा बच्चा मर गया. तो वो क्या किया? जो बच्चा मर गया वो अपने सामने वाला स्त्री का पास दे दिया. उनका जो बच्चा जीवित है उसको लेके अपना पास लेके आया. നേരെ വെളുത്ത് സ്തോത്രം ജീവനുള്ള, അതായത് സ്തോത്രം ഈ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ നോക്കിയപ്പോ ആമേൻ മരണപ്പെട്ട് കിടക്കുന്ന കുഞ്ഞിനെ കാണുകയും അത് തന്റെ കുഞ്ഞല്ലെന്ന് മനസ്സിലാവുകയും ചെയ്തു. जो सुबह का समय क्या हुआ है? जो लोग जो मादा पहचान लिया, जो मृत्यु हुआ, ये बच्चा अपना बच्चा नहीं है, वो माम तो पहचान लिया. അപ്പൊ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. इन लोग आपस में झगड़ा करना शुरू किया. ആമേൻ സ്തോത്രം. അന്നേരം പറഞ്ഞു ഇവർ തമ്മിൽ തർക്കം മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ പ്രശ്നമായിട്ട് രാജാവിന്റെ അടുക്കൽ വന്നു. उन लोग समस्या को लेकर राजा का पास चला गया. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് രാജാവിനോട് ജീവനുള്ള കുഞ്ഞിന്റെ തള്ള പറഞ്ഞു സ്തോത്രം അവളുടെ കയ്യിലിരിക്കുന്ന കൊച്ച എന്റെ കൊച്ചാ, ഞാൻ പ്രസവിച്ച കൊച്ച, അതിനെ എനിക്കറിയാം, ഇവള് എന്നെ ചതിച്ചതാ, ഈ മരിച്ച കൊച്ചിനെ എനിക്ക് തന്നതാന്ന് പറഞ്ഞ് രാജാവിനോട് സങ്കടം പറഞ്ഞു. तो सोलोमन राजा का सामने जाके जो बच्चा जीवित है उसका माम जाके सच्चाई को बताया. രാജാവാകെ കുഴഞ്ഞു. तो राजा सोच लिए, राजा को निर्णय ले नहीं पाया, क्योंकि एक बोल रहे मेरा बच्चा है, दूसरा बोल रहे मेरा बच्चा है. सच्चाई से किसका बच्चा मर गया, किसका बच्चा जीवित है, राजा को बहुत मतलब समस्या हो गया. क्या निर्णय? അവിടെയാണ് പരിജ്ഞാനത്തിന്റെ വചനം വർക്ക് ചെയ്യുന്നത്. उधर ही है पहचानने का वरदान काम करता है. രാജാവിന് പെട്ടെന്ന് അവൻ ദൈവാത്മാവിനാലുള്ള പ്രേരണയാൽ രാജാവ് പറഞ്ഞൊരു വാള് കൊണ്ടുവരാൻ പറഞ്ഞു. ओ राजा क्या किया? सोलोमन राजा बोला एक तलवार को लेके आने के लिए बताया. वो प्रभु का पहचानने का वरदान उसका अंदर ऑपरेट हो गया. എന്നിട്ട് പറഞ്ഞു ആ ജീവനുള്ള കുഞ്ഞിനെ എടുത്ത് രണ്ടായി പിളർന്ന് ഒരു പകുതി ഒരു തള്ളയ്ക്ക് മറ്റേ പകുതി അടുത്ത തള്ളയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. तो राजा बताया ये तलवार से बच्चा को मार के दो भाग करना है. एक भाग जो जीवित है मतलब एक माम को देना है, दूसरा भाग दूसरा माम को देना है. ഉടനെ സ്തോത്രം യഥാർത്ഥ കുഞ്ഞിന്റെ തള്ള പറഞ്ഞു അയ്യോ രാജാവേ അരുതേ, ആ കുഞ്ഞിനെ കൊല്ലരുതേ, അതിനെ അവക്ക് കൊടുത്തോളാൻ പറഞ്ഞു. जो सच्चा माम है, जो जिसका बच्चा जीवित है, वो बोला मेरा बच्चा को मारना नहीं है, मेरे को नहीं देने से भी ठीक है, उनको दे दीजिए, तो फिर बच्चा को मारना नहीं है. അപ്പൊ ആ മറ്റേ തള്ളച്ചി പറഞ്ഞു സ്തോത്രം അവക്കും വേണ്ട എനിക്കും വേണ്ട, അതിനെ കൊളർക്കാൻ പറഞ്ഞു. दूसरा महिला यही बोला मेरे को भी नहीं चाहिए, उनको भी नहीं चाहिए, उसको मार दो.
അപ്പൊ ശലോമോൻ പറഞ്ഞു അവള് കള്ളിയാ, യഥാർത്ഥ അമ്മ ഇവളാ, ഇവക്ക് കൊടുക്കാൻ പറഞ്ഞു കൊച്ചിനെ. तो वो घटना से सोलोमन पहचान लिया जो सच्चा माम है वो अपना बच्चा को मारने के लिए कभी भी नहीं बोलेगा। तो उसमें क्या है, प्रभु पहचानने का, सच्चे अवस्था को पहचानने का वरदान प्रभु सोलोमन को दिया। ഓ, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് നിങ്ങൾ ദൈവവേലയ്ക്കായി ഇറങ്ങുമ്പോ, जब आप प्रभु का आत्मा से प्रभु का सेवकाई के लिए निकलेगा, ഇതുപോലെ പല വെല്ലുവിളികളും പല പ്രശ്നങ്ങളും നിങ്ങൾക്കെതിരെ വരും. ആ സമയം പരിജ്ഞാനത്തിന്റെ വചനത്താൽ അതിനെ നേരിടാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരും. अनेक रकम परिस्थिति अपना सामने आएगा, अलग अलग मुसीबत, अलग अलग समस्या लेकर दुनिया का लोग अपना सामने आएगा। तो फिर प्रभु आपको ज्ञान का वरदान, प्रभु आपको पहचानने का वरदान पवित्र आत्मा आपका जीवन में देगा। ഹല്ലേലൂയ. ചില സാത്താനൊക്കെ അവൻ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലയിടത്ത് ഭൂതമിളകും. जब आप आराधना करने का समय कभी कभी क्या होगा, दुर्भूत जहां पर अशुद्धात्मा होगा वो प्रकट होगा। ഹല്ലേലൂയ, സ്തോത്രം. അശുദ്ധാത്മാക്കൾ ഇറങ്ങി കഴിയുമ്പോൾ ചിലർ ചോദിക്കും, നീ ആരാണ്, നിന്റെ പേരെന്താണ്, നീ എവിടെ നിന്നാണ് വന്നത്, ആരാണ് നിന്നെ വിട്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് ചില ആളുകൾ. कुछ लोग पूछता है अशुद्ध आत्मा को, कहां से आया, क्या है तेरा नाम, क्या है, अलग अलग बात पूछता है। ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നേരെ ഉടനെ പറയും, ഞാൻ എന്റെ പേര് ഇന്നതാണ്, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നിന്നെ ആരാ വിട്ടേന്ന് ചോദിക്കും ചിലര്. तो कुछ लोग पूछता है तेरे को कौन भेज दिया है। സ്തോത്രം. ഹല്ലേലൂയ. അന്നേരം പറയും എന്നെ വിട്ടത്. ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയും. ഇവിടെ ജോൺ ദാസ് എന്ന് പറയുന്ന ബ്രദർ ഇരിക്കുന്നുണ്ട്. എക്സാമ്പിളിലാണ്. അപ്പൊ ജോൺ ദാസിന്റെ മേൽ ഭൂതം ഇളകി കിടന്ന് തുള്ളുവാണ്. സ്തോത്രം എന്ന് വിചാരിച്ചോ? मैं मान लीजिए हमारा भी से अभी एग्जाम्पल उदाहरण बोल रहे हैं, ऐसा कभी भी मत सोचिए। मतलब जॉन दादा ऐसे एक जन का ऊपर मतलब अशुद्ध आत्मा प्रकट हो गया, ऐसा मान लीजिए उदाहरण। ഹല്ലേലൂയ. അപ്പൊ ജോൺ ദാസിന്റെ മേൽ ഭൂതം ഇളകിയപ്പോ ഞാൻ ചോദിക്കണം, ആരാണ് നിന്നെ വിട്ടത്? तो मान लीजिए मैं पूछ रहे कौन आपको भेज दिया है। ആമേൻ. ഉടനെ സ്തോത്രം ജോൺ ദാസിന്റെ മേൽ വ്യാപരിച്ച പിശാച് പറയാണ്, മേരി ദാസാണ് എന്നെ വിട്ടത്, മേരി ദാസ്. तो मान लीजिए वो उसका अंदर जो आत्मा था वो प्रकट होके बोल रहे मेरे को मेरी दास भेज दिया है। ഹല്ലേലൂയ. ഉടനെ ജോൺ ദാസും ഭാര്യയും വിചാരിച്ചു, അല്ലേ എനിക്ക് അവളെ സംശയമായിരുന്നു, അവക്കറിയാ ഇതിപ്പൊക്കെ കണ്ടപ്പോ എന്തോ പണി ഒപ്പിച്ചോണ്ട. അന്ന് മുതൽ ഇവർ അടിയായി. तो शायद क्या होगा, जब ये सुन लेगा क्या होगा, वो सोच लेगा ये महिला मेरा ऊपर ये आत्मा को भेज दिया, वो जान के क्या होगा, आपस में झगड़ा होगा। സത്യത്തിൽ മേരി ദാസ് പാവം അതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. अभी मान लीजिए मेरी दास भेज दिया, ऐसा मैं उदाहरण दीदी से बोला, तो फिर क्या सच्चाई से क्या होगा, वो तो पहचाना, वो जाना भी नहीं होगा। ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. പരിജ്ഞാനത്തോടെ ശുശ്രൂഷിച്ചില്ലെങ്കിൽ ഭൂതം നുണ പറയുന്നവനും അതിന്റെ അപ്പനുമാണ് സകലതും തകർത്ത് കളയും. जब सेवकाई में हम लोग निकलेगा, हम लोग प्रभु का परीक्षा, प्रभु का ज्ञान को और प्रभु का पहचानने का वरदान हमारे ऊपर होना है। क्योंकि क्या होगा, शैतान झूठ है और झूठ का पिता है, वो अलग अलग रीति से गलत बोलेगा। तो उसको पहचानने का वरदान पवित्र आत्मा हमारे जीवन में देना चाहता हूँ। പ്രവചനപരം പോലും പരിജ്ഞാനമില്ലാതെ പറഞ്ഞാൽ സ്തോത്രം സഭകൾ വരെ തകർന്നു പോകുവാനിട വരും. मतलब भविष्यवाणी का वरदान भी सही तरीका से पहचान के नहीं बोलने से क्या होगा, बहुत समस्या हो सकता है। ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. നിങ്ങളുടെ മേല് പരിജ്ഞാനത്തിന്റെ കൃപാവരം ലഭിക്കുവാനായി. तो हम लोग प्रार्थना करना है पवित्र आत्मा का नॉलेज, पवित्र आत्मा से सब कुछ पहचानने का वरदान पाने के लिए हम लोग प्रार्थना करना है। പരിജ്ഞാനത്തിന്റെ വചനം ലഭിച്ചാൽ ഭാര്യയോട് എങ്ങനെ പെരുമാറണം, ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറണം, ദാസന്മാരോട് എങ്ങനെ പെരുമാറണം, ദൈവദാസന്മാരോട് എങ്ങനെ പെരുമാറണം, ദൈവസഭയിൽ എങ്ങനെ പെരുമാറണം, പുറത്തെങ്ങനെ പെരുമാറണം, എല്ലാ പരിജ്ഞാനവും നിങ്ങൾക്ക് ലഭിക്കും. जब पहचानने का वरदान आप पाएगा, हर परिस्थिति में, आपका बाड़ी में, आपका स्वामी स्त्री का जीवन में, आप कैसे हर परिस्थिति को पहचानना है, कैसे अपना काम को पूरा करना है, सही बात आप तो पहचान सकेगा। ഈ കൂട്ടത്തിലിരിക്കുന്ന അനേകരെ ദൈവത്തിന്റെ ആത്മാവ് നിറയ്ക്കുന്ന ദിവസങ്ങളായത്. तो यही दिनों में पवित्र आत्मा ऐसा हर एक बात को पहचानने का आत्मा, द वर्ड ऑफ नॉलेज से प्रभु अपना जीवन से भरना चाहता हूँ। ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം 8:35 ആയല്ലോ പാസ്റ്ററെ. നമുക്ക് പ്രാർത്ഥിച്ചാലോ എല്ലാവർക്കും വേണ്ടി? പാസ്റ്റർ പെട്ടെന്നൊന്നും പറഞ്ഞങ്ങ് അത് കാര്യങ്ങളും പറഞ്ഞ ഓക്കെ. സ്തോത്രം. ഓക്കെ, സ്തോത്രം. ഇനിയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ടൈമില്ല. ഞാൻ നിങ്ങൾക്ക് ഓടിച്ച് പറഞ്ഞങ്ങ് വിടാം.
पास्टर यही बोल रहे थे, अभी जो वरदान के बारे में हम लोग सीख रहे हैं, पूरा नाव को बोलने के लिए समय नहीं, सभी के लिए प्रार्थना भी करना चाहता हूँ, तो जल्दी बोल के जाएंगे, अभी एक्सप्लेन नहीं करेंगे, जो जो वरदान है जल्दी बोल के जाएंगे। ആറാമത്തെ കൃപാവരം ആത്മാക്കളുടെ വിവേചനമാണ്. मतलब छह बात यही है, हर एक आत्मा को पहचानने के लिए, इंग्लिश में ऐसा लिखा है द डिसर्निंग स्पिरिट, आत्मा से पहचानने का वरदान है. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ. 1 John chapter 4 verse 1. प्रथम जॉन 4 verse 1. 4 का 1 जन पढ़िए. প্রিয়তমেরা, তোমরা সকল আত্মাকে বিশ্বাস করিও না, সকলের পরীক্ষা করিয়া দেখো তারা ঈশ্বর হইতে কিনা, কারণ অনেক ভক্ত ভাববাদী জগতে বাহির হইয়াছে। ആമേൻ. 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 ഇവിടെ വചനം പറയാണ്, കള്ളപ്രവാചകന്മാർ പലതും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്വേൻ. परिष्कार करके लिखा है, बहुत रकम अनेक रकम गलत रीति का भविष्यवक्ता लोग दुनिया में है, इसलिए क्या है, आत्मा जो सच्चाई से है, क्या आत्मा है उसको क्या करना है, पहचानना है. ഇവിടെ സ്തോത്രം 3 തരത്തിലുള്ള ആത്മാക്കളുണ്ട് സത്യത്തില്. 3 तरीका का आत्मा को हम लोग देख सकेगा. ഹല്ലേലൂയ, സ്തോത്രം. 3 തരത്തിലുള്ള ആത്മാവ്. ഒന്ന് ദൈവാത്മാവ്. सबसे प्रथम प्रभु का आत्मा है. ഞാൻ അതിന്റെ റെഫറൻസ് പറയാം, വിശദീകരിക്കുന്നില്ല, പറഞ്ഞു മാത്രം പോവാം. मैं जल्दी बोल के जाएंगे. chapter 41 verse 38. Genesis chapter 41 verse 38. अपने आदि पुस्तक 41 का 31 में आपको पढ़ सकेगा. 38 അവിടെ ദൈവാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. उधर पवित्र आत्मा के बारे में लिखा है. അതുപോലെ തന്നെ സ്തോത്രം 1 John chapter 4 verse 2 അവിടെയും ദൈവാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. प्रथम जॉन 4 का 2 में भी एक ही बात लिखा है. അതുപോലെ രണ്ടാമത്തെ ആത്മാവാണ് ഭൂതാത്മാവ്. दूसरा आत्मा है अशुद्ध आत्मा. Mark chapter 1 verse 23. मार्क सुसमाचार प्रथम अध्याय 23 5 verse 2. 5 का 2, मार्क 5 का 2. Matthew chapter 12 verse 43. माती पास से नोड़ी मारने. Matthew chapter 12 verse 43. 12 का 43. माती 12 का 43. ഓക്കെ. ഈ സ്തോത്രം. അപ്പോൾ ഒന്ന് ദൈവാത്മാവ്, രണ്ട് ഭൂതാത്മാവ്, മൂന്നാമത്തെ ആത്മാവാണ് മനുഷ്യാത്മാവ്. देखिए, प्रभु का पवित्र आत्मा, अशुद्धात्मा और मनुष्य का आत्मा. റോമൻ ചാപ്റ്റർ 2 വേഴ്സ് 9 മനുഷ്യാത്മാവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. रोमियो का पत्री 2 का 9 में आपको पढ़ सकता है मनुष्य का आत्मा. അപ്പൊ 3 തരത്തിലുള്ള ആത്മാക്കളുണ്ട്. 3 तरीका का आत्मा है. ഹലോ. 3 തരത്തിലുള്ള ആത്മാക്കളുണ്ട്. ദൈവാത്മാവുണ്ട്, ഭൂതാത്മാവുണ്ട്, മനുഷ്യാത്മാവുണ്ട്. प्रभु का आत्मा है, अशुद्धात्मा है, मनुष्य का आत्मा है. ഇത് സത്യത്തിൽ വിശദീകരിക്കേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിച്ച് പിന്നീട് എപ്പോഴേലും പഠിക്കാം നമുക്ക്. अभी समय नहीं गहराई से देखने के लिए, जब प्रभु मौका देगा हम लोग सीखेंगे. तो इसको तीनों से क्या है हमको पहचानना है. ഹല്ലേലൂയ, സ്തോത്രം. ഈ 3 ആത്മാക്കളെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ദൈവാത്മാവ് നമ്മിൽ ഉണ്ടായിരിക്കണം. तीनों आत्मा को हम लोग को पहचानने के लिए क्या चाहिए, प्रभु का आत्मा हमारे अंदर चाहिए. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഏഴാമത്തേത് രോഗശാന്തികളുടെ വരമാണ്. 7वीं वरदान यही है, रोगी को चंगा करने का वरदान है. Hallelujah. Acts chapter 5 verse 15 and 16. प्रेरितों का पुस्तक 5 का 15 और 16 से हमको पढ़ सकता है. Acts chapter 3 verse 1 to 5. 3 का 1 से 5 तक आपको पढ़ेगा तो मालूम होगा चंगा करने का वरदान को. Mark chapter 16 verse 17. मार्क 16 का 16 से आपको पढ़ सकेगा चंगा करने का वरदान. Hallelujah. Okay. അവിടെയൊക്കെ നമുക്ക് രോഗശാന്തികളെ കുറിച്ച് നമുക്കറിയാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുപ്പൻ ഒരു വട്ടമെങ്കിലും ഞാൻ പ്രാർത്ഥിച്ച എന്റെ രോഗത്തിന്മേൽ സൗഖ്യം തന്നിട്ടുണ്ട് എന്ന് അവൻ അനുഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ഉയർത്തി ദൈവത്തിനൊന്ന് നന്ദി പറയാം.
तो मैं यही सवाल पूछना चाहता हूं, कभी भी आपका जीवन में आप प्रार्थना किया, आपका शरीर में कुछ बीमारी में प्रभु आपको चंगा किया, ऐसा बोलने वाला लोग अपने हाथ उठा के प्रभु को हालेलुया बोलिए। एक कम से कम एक बार हालेलुया, प्रभु आपका शरीर को स्पर्श किया, चंगा किया, ऐसा लोग हालेलुया। हालेलुया. ഓക്കെ, സ്തോത്രം. ഇനി എട്ടാമത്തെ കൃപാവരമാണ് വീര്യപ്രവർത്തികൾ. आठवीं प्रभु का वरदान यही है, बोलने से चमत्कार करने का वरदान, वर्किंग ऑफ मिरेकल. രോഗശാന്തി, വീര്യപ്രവൃത്തി, വിശ്വാസം, ഈ മൂന്ന് കൃപാവരങ്ങൾ ദൈവശക്തിയെ വെളിപ്പെടുത്തുന്ന കൃപാവരങ്ങളാണ്. और देखिए इधर ही हम लोग 3 रकम प्रभु का वरदान है, गिफ्ट ऑफ हीलिंग, चंगा करने का वरदान, वर्किंग ऑफ मिरेकल, चमत्कार करने का वरदान, और एक वरदान यही है गिफ्ट ऑफ फेथ, विश्वास का वरदान. ये सब क्या है? प्रभु का शक्ति को प्रकट करने का वरदान है. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ നമ്മൾ ആദ്യം പഠിച്ചത് നാവിനാൽ വെളിപ്പെടുന്നത് അന്യഭാഷ, വ്യാഖ്യാനം, പ്രവചനം. सबसे प्रथम हम लोग 3 रकम वरदान को सीखा. वो क्या है? जीभ से प्रकट होता है. और क्या क्या सीखा हम लोग? मतलब अन्य भाषा में बात करना, और क्या होता है? अनुवाद करना उसको, और भविष्यवाणी. ഇനി അറിവിനാൽ, ദൈവം അറിവിനാൽ കൈമാറുന്ന കൃപാവരമാണ് ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, ആത്മാക്കളുടെ വിവേചനം. इसके बाद ही हम 3 रकम हम लोग देखा. वो क्या था? प्रभु का ज्ञान और उसको पहचानने का वरदान. और हम लोग यही सीखे थे, हम लोग डिसेर्न स्पिरिट, आत्मा को पहचानने का वरदान. ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന 3 കൃപാവരമാണ് സ്തോത്രം രോഗശാന്തിയുടെ വരം, വീര്യപ്രവർത്തിയുടെ വരം, വിശ്വാസം. और आखिरी में हम लोग अब 3 वरदान को इधर ही हम लोग अभी सीख रहे थे. यही है चंगा करने का वरदान, चमत्कार करने का वरदान, और आखिरी में यही है विश्वास का वरदान. जब ये 3 വിശ്വാസത്താൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനായി കഴിയും. और जब आपका और मेरा अंदर जो विश्वास गहराई से होगा,